السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي وحده، والصلاة والسلام على من لا نبي بعده. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. اللهم رب اشرح لي صدري ويسر لي أمري വഹുലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല ആളുകളും ഇതിന് തൗഫീക്കില്ലാതെ നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ ഈ ഒരു ദിനത്തിലും ഇങ്ങനെ ഒരു അമൽ ചെയ്തുകൊണ്ട് മുന്നേറാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. നമ്മളിവിടെ റമദാൻ വിട പറയുമ്പോൾ എന്നൊരു വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ഏതാനും ചില സുപ്രധാനമായ കാര്യങ്ങളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളെ ഉണർത്തുന്നത്. നമുക്കറിയാം, നമ്മളേറെ പ്രതീക്ഷയോടെ ഒരുപാട് സന്തോഷത്തോടു കൂടെയൊക്കെ സ്വീകരിച്ച ഈ റമദാൻ നമ്മളിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിട പറയാനിരിക്കുകയാണ്. ഒരുപക്ഷെ പല ആളുകൾക്കും അതിലൊരു സന്തോഷം ഉണ്ടാവും, കഴിഞ്ഞല്ലോ എന്നൊരു ചിന്ത. എന്നാൽ വേറെ പല ആളുകൾക്കും ഇനി ഇല്ലല്ലോ, അല്ലെ ഇനിയിപ്പോൾ അടുത്ത റമദാനിൽ ഞാൻ ഉണ്ടാവുമോ എന്നൊരു ചിന്തയുമായി ഒരു വിഭാഗം ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ ആലോചിക്കുക, നമ്മളിതിൽ ഏതിലാണ് പെടുന്നത് എന്നുള്ളത്. ഒരു നന്മ ചെയ്യാൻ ദുനിയാവിലൊരു അവസരം കിട്ടുക എന്ന് പറയുമ്പോൾ അതിലേറെ വലുതായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ ഇങ്ങനെ തീർന്നു പോകുമ്പോൾ മനസ്സിൽ വിഷമമാണ്, വേവലാതിയാണ് വേണ്ടത്. കാരണം ഇനി ഇത്രമാത്രം ഇബാദത്തുകൾ ചെയ്യാൻ, അല്ലാഹുവിലേക്ക് അടുക്കാൻ ഉള്ള ഒരു സാഹചര്യം കിട്ടുകയില്ലല്ലോ എന്നൊരു വിഷമമാണ് വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. അതല്ലാതെ അത് കഴിഞ്ഞല്ലോ എന്നൊരു ആശ്വാസമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയോ അല്ല വേണ്ടത്. നോക്കൂ, നിങ്ങൾ കുറേ ആളുകൾ അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനം ഈ റമദാനിൽ നേടിയിട്ടുണ്ട്. വേറെ കുറേ ആളുകൾ നരകത്തിൽ നിന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ രാത്രി കാലങ്ങളിൽ നരകത്തിൽ നിന്ന് അവരെ അല്ലാഹു ഒഴിവാക്കിയിട്ടുണ്ട്. വേറെ കുറേ ആളുകളുടെ മുഖങ്ങൾ നരകത്തെ തൊട്ട് ഹദീസിൽ പറഞ്ഞതുപോലെ എത്രയോ വർഷത്തെ വഴിദൂരം അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. വേറെ കുറേ ആളുകൾ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ അവരുടെ ഹൃദയത്തെയും, വെറും കാഴ്ചയെയും നാവിനെയും അല്ലാതെ അവരുടെ ഹൃദയത്തെയും കൊണ്ടൊരു യാത്ര നടത്തി അവരുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വഴിയിലേക്ക് തിരിയാൻ ഈ റമദാൻ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുക, ഈ പറഞ്ഞതിൽ ഏത് നോമ്പുകാരിലാണ് ഞാനും നിങ്ങളും ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ ഒരു സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കുക. വളരെ നല്ലതായിരിക്കും. കാരണം ഇനി ഇതിൻ്റെ അവസാനമാണ്. അതിലേക്ക് ഇനി കൂട്ടിച്ചേർക്കാനില്ല, അല്ലേ? ഇനി ഒരു 5 കഴിയട്ടെ എന്ന് പറയാനില്ല, അല്ലെങ്കിൽ ഒരു 4, അല്ലെങ്കിൽ ഒരു 6, അല്ലെങ്കിൽ ഒരു 10 ഇല്ല. കാരണം അവസാനത്തെ 10ന്റെ പകുതിയിലാണ് നമ്മൾ നിൽക്കുന്നത്.
ഇത്രയും ദിവസം എന്തെല്ലാം ചെയ്തു, ഇനിയുള്ള ദിവസം നമ്മൾ എന്ത് ചെയ്യണം, ആ റമദാനിന് ശേഷം നോമ്പെടുത്തവർ ആരായിരിക്കണം എന്നാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഈ റമദാൻ നമ്മളെ എങ്ങനെ ഈ പറഞ്ഞ ഏത് ഗണത്തിൽ കൊണ്ടെത്തിച്ചു എന്ന് നമ്മൾ സ്വയം ആരോടും പറയേണ്ട ആവശ്യമില്ല. സ്വയം ഇങ്ങനെ ചിന്തിക്കുക. നരകമോചനത്തിലാണോ, അതല്ല നരകത്തെ തൊട്ട് വഴിദൂരമാണോ, അതല്ല പാപമോചനത്തിലാണോ, അതുമല്ല പരിശുദ്ധ ഖുർആനിലാണോ നമ്മൾ ഈ നോമ്പിനെ എടുത്തു തീർത്തതെന്ന് ശരിക്കും എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ വേണ്ട രൂപത്തിൽ ഈ റമദാനിനെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ശരിക്കും ചിന്തിച്ച് നോക്കുക. അപ്പോൾ നോക്ക്, നിങ്ങൾ റമദാനിൻ്റെ മാസപ്പിറ ശരിക്കും ചിന്തിക്കണേ. അതിങ്ങനെ നമ്മൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പോൾ പറയണ്ട പല ആൾക്കാരെ വായു തന്നെ വാക്കണം, എത്ര പെട്ടെന്നാണല്ലേ, എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയെന്നുള്ളതാണ്. അത് സത്യമാണത്. അത് വല്ലാത്തൊരു സത്യമാണ്. ഭയങ്കര സ്പീഡാണ്. നോമ്പിനല്ല സ്പീഡ്. നമ്മൾ വിചാരിക്കും നോമ്പിന് ഭയങ്കര സ്പീഡാണ്. അല്ല, നമ്മുടെ ആയുസ്സിനാണ് ആ സ്പീഡുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ ആയുസ്സിൽ ഓരോ ദിവസവും നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഓരോ കാൽവെപ്പുകളും നമ്മൾ മടക്കയാത്രക്കുള്ള തിരക്കിലാണ്. അതിൻ്റെ ഒരു സ്പീഡാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാതെ നോമ്പിൻ്റെ സ്പീഡ് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓരോ ദിനവും കടന്നു പോകുമ്പോൾ അതിനെ എങ്ങനെ സ്വീകരിച്ചു, അത് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത്. അയാൾ ദിവസം ഇങ്ങനെ എണ്ണിയിരിക്കല്ല, 24, 25, 26, 30 ആവാനായി അല്ല. പെരുന്നാളിലേക്ക് അടുക്കാനുള്ള സന്തോഷം അത് വേറെയാണ്. പക്ഷേ റമദാനിൽ എനിക്കെന്തു ചെയ്യാൻ സാധിച്ചു? ശരിക്കും നോക്ക്, നിങ്ങൾ ഖിയാമുൽ നിസ്കരിക്കുന്ന ആളുകളുണ്ട് ഇവിടെ, അല്ലേ? ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്. ഇതൊന്നുമില്ലാത്ത ആളുകളുണ്ട്. സാധാരണ ദിവസം പോലെ റമദാനിനെ കണ്ടുകൊണ്ടു പോകുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ എത്രയോ വലിയ നഷ്ടക്കാരാണെന്ന് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് കുറേ ആയുസ്സുകൾ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങൾ 30, 40, 50 ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ആയുസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല. സാധാരണഗതിയിൽ നോമ്പാവുമ്പോൾ നന്നാവുക എന്നുള്ള ചിന്ത വരും. നോമ്പല്ലേ, എനിക്കൊന്ന് നന്നാവുക എന്നുള്ള ചിന്ത വരും. അത് കഴിഞ്ഞാലോ മോശമാവാന്നാണോ പറയുന്നത്? ആലോചിക്കുക നമ്മൾ. അത് കഴിഞ്ഞാൽ മോശമാവാന്നാണ് ഇവിടെ അല്ല. നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ സ്വർഗം നേടുക എന്നുള്ളത്. അതിന് ഓരോ അവസരങ്ങൾ മുന്നിൽ വരികയാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ഈ കിട്ടിയ ആയുസിൽ 40, 50, 60 ഒക്കെ കിട്ടിയ ആയുസിൽ നമ്മളെന്ത് ചെയ്തു? വല്ലതും നേടിയിട്ടുണ്ടോ? സ്വഹാബാക്കളോട് ഇങ്ങനെ ചോദിക്കും, പരസ്പരം ചോദിക്കും അവർ തമ്മിൽ. ഇപ്പം എവിടെ എത്തി? അപ്പം പറയൂ അവർ, ഞാനിങ്ങനെ സിറാത്തിലെത്തിയിട്ടുണ്ട് എന്നുള്ളത്. സിറാത്തുൽ മുസ്തഖീമിൻ്റെ അറ്റത്തെത്തി നിൽക്കുകയാണ്. അതൊന്ന് കടന്നു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗ്ഗമാണ്. ഈ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളെന്താ പറയുക? ഞാൻ വീടിൻ്റെ പണി പകുതിയായിട്ടുണ്ട്, മുള കെട്ടിക്കാനായിട്ടുണ്ട്, ജോലി പുതിയതൊന്നിങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഒരു പുരോഗതിയിലുള്ളത്, അങ്ങനെയൊക്കെ പോകുന്നു വളരെ സന്തോഷമായിട്ട്, അല്ലേ? മുൻഗാമികൾ എന്താ പറയുക? സിറാത്തിലെത്തിയിട്ടുണ്ട്, സിറാത്ത് പാലം കടന്നാൽ ഞാൻ സ്വർഗത്തിലെത്തി. നമ്മളും അവർ എവിടെയാ? എത്രയോ അനന്തരം എന്നറിയോ വ്യത്യാസം. അതാ ഞാൻ പറഞ്ഞു, ശരിക്കും നമ്മൾ കിട്ടിയ ഈ ആയുസ്സും ഈ റമദാനൊക്കെ നമ്മൾ ഏത് രൂപത്തിൽ ഉപയോഗിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല വിശ്വാസികളെ, ചെറിയ കാര്യമല്ല, വളരെ പ്രധാനമാണത്. ഇതിനൊക്കെ എപ്പോഴാണ് അറിയുക എന്ന് ഒരു പക്ഷെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ വിഷയം അങ്ങനത്തെ വിഷയമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ കൊണ്ടുപോവേണ്ടതാണ്. ഇവിടെ പിന്നെ പരലോകത്ത് കണക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ ഈ റമദാൻ ഉൾപ്പെടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. കുറേ ഓതി, കുറേ നിസ്കരിച്ചു, നമ്മളിങ്ങനെ കണക്ക് പറയും, ഞാൻ ഓതിയിട്ടുണ്ട്,
അല്ലേ, ഞാൻ കുറേ നിസ്കരിച്ചിട്ടുണ്ട്. ഇങ്ങനെ കണക്ക് പലരും പറയും. ഇപ്പോൾ സ്ത്രീകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ചിലപ്പോൾ അയൽവാസികളുടെ വർത്തമാനം പറയുമ്പോൾ ഞാൻ ബക്കറ തീർത്തു, അല്ലെങ്കിൽ 2 ഖത്തം തീർത്തു, പിന്നെ ഇന്നലെ കുറേ കൊടുത്തു, ഇങ്ങനെ പറയാ. അത് നമുക്കൊരു ആത്മവിശ്വാസം തരുന്നുണ്ടോ? ഞാൻ കുറേ നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ കുറേ പിന്നെ ഓതിയിട്ടുണ്ട്, ഞാൻ കുറേ സ്വതക്കകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ആത്മവിശ്വാസം തരുന്നുണ്ടോ? എന്ത് ഞാൻ ചെയ്തു, ഇനിയിപ്പോൾ എനിക്ക് പേടിക്കാനില്ല. അങ്ങനെ ഉണ്ടോ? നമ്മുടെ മുൻഗാമികളുടെ ഒരു അല്ലേ, ചിലർ ചിരിക്കണ്ട അവിടെ നിന്ന്. നമ്മുടെ മുൻഗാമികൾ എന്താ അവരുടെ പാത? അവർക്ക് വിശ്വാസികളെ ഭയമാണ് അതിലുള്ളത്. അവർക്ക് അവർക്ക് പേടിയാണ്. റബ്ബേ, ഞാൻ ചെയ്തത് അല്ലാഹ് സ്വീകരിച്ചില്ല എങ്കിൽ, നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പട്ടിണി കിടന്ന് എന്തിനാണ്? എന്റെ മുന്നിൽ വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, പക്ഷേ അതെല്ലാം എന്റെ റബ്ബിന് വേണ്ടി മാറ്റിവെച്ചിട്ട് നാളെ പരലോകത്ത് ചെല്ലുമ്പോ എനിക്കത് ഉപകാരമായില്ലെങ്കിൽ ആരാ പേടിക്കണ്? നമ്മളെപ്പോലത്തെ ആളുകളല്ല. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്ന് കേട്ട സ്വഹാബാക്കള് അവരിങ്ങനെ പേടിക്കുക. അപ്പൊ നോക്ക് നിങ്ങള്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്കൊരു സംശയം. നബി പറഞ്ഞു വിശ്വാസം ഇങ്ങനെ ഭയപ്പെടും, ചില ആളുകൾ ഭയപ്പെടും. ഒരു ഖുർആന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നബി പറഞ്ഞു കൊടുക്കുകയാണ്, അവരിങ്ങനെ ഭയപ്പെടുന്നു. അപ്പൊ ആയിഷ ബീബി ചോദിക്കുകയാണ്, അള്ളാന്റെ റസൂലേ, ആരാണ് ഈ ഭയപ്പെടുന്ന ടീമുകൾ? അവരാരാണ്? അവർ വല്ല വ്യഭിചാരികളാണോ? അതല്ല വല്ല മോഷ്ടാക്കളാണോ? അതല്ല അവർ മദ്യപിക്കുന്ന ആളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല സിദ്ദീഖിന്റെ മകളെ, അല്ല, മറിച്ച് നോമ്പനുഷ്ഠിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും കൃത്യമായി നമസ്കരിക്കുകയും ശേഷമാണ് അവർ അല്ലാഹു സ്വീകരിക്കുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടോ? അങ്ങനത്തെ ഒരു ചിന്ത, ഞാൻ കുറേ ചെയ്തു എന്നൊരു ചിന്ത നമുക്കുണ്ടോ? നമ്മൾ ആലോചിക്കുക. അതൊരു പക്ഷേ നമ്മുടെ അമലുകളെ നശിപ്പിക്കുന്ന ചിന്തയായിരിക്കും. ഒരിക്കലും അങ്ങനത്തെ ഒരു ചിന്ത നമുക്കുണ്ടാവരുത്. പിന്നെ എന്താണ് വേണ്ടത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ശരിക്കും വേണം? ആരാണ് മുൻഗാമികളും ശരിക്കും പഠിക്കണം. നമ്മുടെ മുന്നിലെ സ്വർഗത്തിലേക്ക് നടന്നു കയറിയവരാണ് യഥാർത്ഥ മുൻഗാമികൾ. അവരിങ്ങനെ വെട്ടിവെച്ച ആ പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിലേക്ക് കിട്ടോ, തിന്മയിലേക്ക് അവർ പാത വെട്ടിയിട്ടില്ല, അവർ അടച്ചു വെച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, എന്തായിരുന്നു അവർ ഈ കർമ്മങ്ങൾ ചെയ്തിട്ട് ഈ നോമ്പും സകാത്തും സ്വതക്കയും നിസ്കാരവും എന്താ അവരുടെ പണി? നോക്കൂ, നിങ്ങൾ ഹദീസിൽ വ്യക്തമായി കാണാം, കാന സലഫു യകൂൻ സിത്തത അശ്ഉരിൻ ബഅദ റമളാന യസ്അലൂന അല്ലാഹ ഖബൂൽ. അവരിങ്ങനെ നടന്നും ഇരുന്നൊക്കെ പ്രാർത്ഥിക്കും, പടച്ചോനെ സ്വീകരിക്കണേ അല്ലാഹ്. എത്രയാണെന്നറിയോ? 6 ശഹർ, 6 മാസം വരെ എന്ന് പറഞ്ഞത്. 6 മാസം വരെ അവരിങ്ങനെ പ്രാർത്ഥിക്കും. ശരിക്കും ചിന്തിക്കുക, മനസ്സിൽ കൈവച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ആലോചിക്കുക. ഇന്നിപ്പോൾ 25ാമത്തെ നോമ്പായിട്ടുണ്ട് അല്ലേ? 24 നമ്മൾ കഴിഞ്ഞുപോയി. ഏതെങ്കിലും ഒരു രാത്രിയിൽ അല്ലെങ്കിൽ ഒരു പകലിൽ പടച്ചോനെ ഞാൻ ഈ ചെയ്ത കാര്യം സ്വീകരിക്കണേ അല്ലാ എന്ന് പറയാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ഇതൊക്കെ ഈ ക്ലാസ്സൊക്കെ അതിനുള്ളതാണ്. ഈ ക്ലാസ്സിലൂടെ ഒരു വിചാരണയാണെന്ന് വിചാരിച്ചാൽ മതി. നമുക്ക് സ്വയം ഒരു വിചാരണയാണ്. നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത് എന്നൊരു വിചാരണ നമ്മൾ സ്വയം നടത്തുക. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? തിരുത്തണം. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമും മകനും അള്ളാന്റെ കൽപ്പന പ്രകാരമാണ് എന്ത് ചെയ്യണത്? കഅബ പുതുക്കി പണിത്. അവരെന്താ ചെയ്തതെന്നറിയോ? ആ മോനെ, നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്, പോവല്ലേ, ഓക്കെ അല്ലേ, എല്ലാം ഓക്കെ അല്ലേ? അങ്ങനെയല്ല പറഞ്ഞത്. അവിടെ വെച്ച് ദുആ ചെയ്തു, പടച്ചോനെ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. അതാ പറഞ്ഞത്. ആരാണ്? അള്ളാഹിന്റെ പ്രവാചകനാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്ത പണിയാണ്. എന്നിട്ടും അവരതിൽ ഭയപ്പാട് കണ്ടിട്ടുണ്ട്. ഈ ചെയ്ത കർമ്മം
അള്ളാഹ് സ്വീകരിച്ചില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും നാളെ പരലോകത്ത് എന്നുള്ളത് അവരെ ഭയപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ നമ്മളും അത് ചിന്തിക്കുക, എന്നിട്ട് നമ്മൾ ആ വഴിയിലൂടെ മുന്നേറുക. പ്രാർത്ഥന, അള്ളാഹുവേ സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യുക? നിലനിർത്തുക. അല്ലാതെ അമിതമായ ആത്മവിശ്വാസത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ അത് നമുക്ക് വലിയ ഗുണം ചെയ്യുകയില്ല സഹോദരങ്ങളെ. ഇനി നോക്ക് നിങ്ങൾ, ഇവിടെ അമലാക്കാൻ ഈ കഴിഞ്ഞ ഈ ഒരു ഹദീസ്, ഇവിടെ സൂചിപ്പിച്ച ഹദീസ്, അത് അമലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ പരിശുദ്ധ റമദാൻ കഴിഞ്ഞാലും, അതാണ് ഇവിടെ കുറേ യുവാക്കളുടെ മുഖങ്ങൾ കാണാനില്ല. ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ച് വന്ന മുഖങ്ങളുണ്ട്. യുവാക്കൾ എന്നൊരു ടീം അവിടെ ഇല്ല. ശരിക്കും പറഞ്ഞ ഇവിടെ തലനിരച്ച ആളുകളൊക്കെയാണ് മുന്നിലുള്ളത്. എവിടെ അവര്? ഞാൻ ആലോചിച്ച ചോദ്യം, എവിടെ റബ്ബേ അവര്? ഈ പറഞ്ഞതിലെ ഗണത്തിൽപ്പെട്ട ടീമുകളാണ് ശരിക്കും അവർ ഈ സദസ്സിൽ വേണ്ടതാണ്. കാരണം റമദാനിൽ കയറുന്ന ഈമാനും ശവ്വാലിന്റെ പുറ കാണുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ഒരു സ്വഭാവവും നമ്മുടെ നാട്ടിൽ കൂടുതലായി കണ്ടുവരുന്നത് നമ്മുടെ യുവാക്കൾക്കാണ്. ആലോചിച്ച് നോക്കുക, നമ്മളതിലുണ്ടോ എന്നുള്ള ചിന്ത ശരിക്കും നമ്മളൊരു ചിന്തിക്കേണ്ട സമയമാണ്. ഇപ്പോൾ കഴിഞ്ഞു, റമദാൻ കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടിയ തഖ്വ അതിങ്ങനെ സൂക്ഷിച്ചു കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. അതില്ലെങ്കിലോ തറാവീഹ് തലേന്ന് നിസ്കരിച്ച് 30 പൂർത്തിയെങ്കിൽ അങ്ങനെ 31-ാം ദിവസം അല്ലെങ്കിൽ 1-ാം ദിവസം നോമ്പ് തുറന്നാൽ പിന്നെ പള്ളിക്ക് ചവിട്ടാത്ത ടീമുകളുണ്ട്. പിന്നെ അന്ന് ഇശാ ജമാഅത്തിന് അവരുണ്ടാവൂല, പിന്നെ അന്ന് സുബഹക്ക് അവരുണ്ടാവൂല. എവിടെ അവര്? അതാ ഞാൻ ചോദിച്ചു, ഇവിടെ കുറേ യുവാക്കളെ ഇതിൽ കാണുന്നില്ല എന്നുള്ളതാണ്. നഷ്ടക്കാരാണ് സഹോദരങ്ങളെ, വലിയ നഷ്ടക്കാരാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്വഭാവം, അതായത് നമ്മൾ ഇബാദത്തിലൊരു കണിശത അത് കൊണ്ടുവരണം. ഈ റമദാൻ കൊണ്ട് നമ്മൾ നേടേണ്ടതും അതുതന്നെയാണ്. അതല്ലാതെ ഒരു സീസണബിൾ ആരാധന എന്ന് വെച്ചാൽ ഒരു സീസണിൽ ചെയ്യുക, അത് കഴിഞ്ഞാൽ അതില്ലാണ്ടാവുക. നോമ്പായാൽ നിസ്കരിക്കാൻ വരും, നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ മുന്നിലുണ്ടാവും. നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്ത് കാണൂല. നമ്മളൊക്കെ നമ്മുടെ പള്ളിയിൽ ഇങ്ങനെ ചർച്ച ചെയ്യും. നോമ്പ് തുറ സമയത്ത് ഇങ്ങനെ നോക്കും കുറേ ആൾക്കാരിന്. നോമ്പ് തുറക്കാൻ എന്താ നോക്കുന്നറിയോ? കഴിഞ്ഞ കൊല്ലം നോമ്പ് തുറക്കാൻ വന്ന ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ടോ എന്നൊരു നോട്ടണത്. അങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക്? കഴിഞ്ഞ വർഷം നോമ്പ് തുറക്കാൻ ആദ്യത്തെ സുഫിൽ വന്ന ആൾ ഈ കൊല്ലം നോമ്പ് തുറക്കാൻ വന്നിട്ടുണ്ടെന്ന നോട്ടാണ്. പിന്നെ അവരെ കിട്ടൂല. ആരാണ്? യുവാക്കള്, ശബാബ് യുവാക്കളാണ് അവർക്കിതൊന്നും ബാധകമല്ല. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കിടന്നുറങ്ങുന്ന വീട്ടിൽ ഞാൻ ഈ പറയുന്ന ടീമുകൾ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ കിടന്നുറങ്ങുന്ന വീട്ടിൽ ഞാൻ പറയുന്ന ഈ ടീമുകൾ നമ്മുടെ ചെലവിൽ നമ്മൾ വാങ്ങിക്കൊടുത്ത പുതപ്പിലും കട്ടിലിലും നമ്മൾ നെയ്തുണ്ടാക്കിയ മേൽക്കുരയ്ക്ക് താഴെ കിടന്നുറങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. സീസണബിൾ ആരാധന ചെയ്യുന്ന ആളുകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ എടുത്ത നോമ്പും അതുകൊണ്ടൊന്നും അവർക്ക് വലിയ പ്രയോജനം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതേപോലെ ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കുന്നതിൻ്റെ പ്രത്യേകത വരുന്നത്. ഇപ്പം പറഞ്ഞ കാര്യം ഇപ്പം നമുക്കൊക്കെ ഒരു കോൺഫിഡൻ്റ് ഉണ്ടല്ലോ, ഞാൻ കുറേ ചെയ്തു എന്നുള്ളത്. അള്ളാഹ് സ്വീകരിച്ചോ എന്നുള്ളത് ഇവിടെ അതിൻ്റെ ഒരു പ്രത്യേകത കടന്നു വരുന്നത്. എന്താണെന്നറിയോ? മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നമ്മുടെ അമലുകൾ ശ്രദ്ധിക്കണേ സ്വീകരിച്ചാൽ നമുക്കറിയാൻ പറ്റുന്ന വാർത്ത. എങ്ങനെയാത് എന്ന് വെച്ചാൽ റമദാനിന് മുമ്പ് ഒരാൾ എങ്ങനെ ആയിരുന്നുവോ
അതിനേക്കാൾ നല്ല അവസ്ഥയിലേക്ക് മാറാൻ ആലോചിക്കണേ. റമദാനിന് മുൻപ് ഒരാൾ എങ്ങനെയായിരുന്നുവോ ആ അവസ്ഥയിൽ നിന്ന് റമദാൻ കഴിഞ്ഞിട്ട് നല്ല ഒരവസ്ഥയിലേക്ക് മാറാൻ സാധിച്ചാൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചതിന്റെ അടയാളമാണ് എന്ന് സലഫുകൾ പഠിപ്പിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ കാര്യം രണ്ടും കൂടി മാച്ച് ചെയ്താൽ മതിയല്ലോ, അല്ലേ? ശരിയല്ലേ? അല്ലേ ഉമ്മമാരെ? അങ്ങനെ തന്നെയല്ലേ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. അല്ലാഹു സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ് എന്ത്? കർമ്മങ്ങൾ ഇങ്ങനെ തുടരാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്, അല്ലേ? അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു? സീസണബിൾ ആയിട്ട് അങ്ങനെ പോകും. എന്നാൽ റമദാനിൽ ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ നേടിയെടുക്കേണ്ടത് എന്താണ്? ഞാൻ തുടക്കത്തിൽ ഒരു ആയത്ത് ഇവിടെ ഓതി വച്ചിരുന്നു, അല്ലേ? തത്തഖൂൻ, തഖ്വയാണ്. ശരിക്ക് റമദാൻ തന്നെ തഖ്വ നേടാൻ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്. പല ആളുകൾ എന്തു പറയും? നോമ്പല്ലേ, ഇനി എൻ്റെ ശരീരമൊക്കെ ഒന്ന് റെഡിയാക്കണം, വയറൊക്കെ ഒന്ന് കുറക്കണം, ഇനി നേരം വെളുത്ത് ഓടണ്ട, കാരണം എന്താ, ഒന്നും കഴിക്കണില്ലല്ലോ, ഇനി എൻ്റെ ബോഡിയൊക്കെ ഒന്ന് ഫ്രീ ആവും. അവരെ നീയത്തെന്താ? നോമ്പ് എന്തിനാണ്? ശരീരം നന്നാക്കാൻ. പല ആളുകളും മെലിഞ്ഞിട്ടുണ്ട്. പലരെയൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല തടിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പാവങ്ങൾ നല്ലോണം മെലിഞ്ഞ്. അതിൻ്റെ അർത്ഥം ഒന്നെന്താണെന്നറിയോ? ഭയങ്കര കനത്ത പോളിംഗ് ആണെന്നുള്ളതാണ്. ഭക്ഷണം എന്നുള്ളത് അലങ്കാരമാക്കി നടക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നോമ്പ് തുറ സമയത്ത് തല്ലും വെക്കണം വരണ്ടേ? എന്തിനാ? തിന്നാൻ കിട്ടാത്തതിൻ്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണിക്കാണ് അവിടെ പ്രോത്സാഹനം കൊടുത്തത്. നിങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവിടെ നോമ്പെടുക്കുക എന്നുള്ളത്. ഉച്ചക്കൊരു നേരത്തെ കുറവേ ഉള്ളൂ, ബാക്കിയെല്ലാം കിട്ടുന്നുണ്ട്. നോമ്പ് തുറക്കുമ്പോൾ തറാവി കഴിഞ്ഞിട്ട് ഫജ്റിന് മുൻപ്. അപ്പം എന്തായാലും പറയുക, ശരീരമൊക്കെ ഒന്ന് നന്നാക്കണം. നോമ്പിൻ്റെ നിയത്ത് ശരീരം നന്നാക്കലല്ല, പിന്നെയോ അവൻ്റെ മനസ്സിനെ നന്നാക്കലാണ്. അതാണ് തഖ്വ നേടുക എന്നുള്ളത്. അത് ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചിരുന്നത് പോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, എന്തിനാണെന്നറിയോ? നിങ്ങളുടെ ശരീരം നന്നാക്കാനല്ല, നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണത്തിന് ചെലവ് കുറക്കാനല്ല, മറിച്ച് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി മാറാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, സ്വയം ചിന്തിക്കുക, ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഈ തഖ്വ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന്. ഈ 24 നോമ്പ് തീർന്നേ, 25 തറാവിഹുകൾ തീർന്നേ, ഖിയാമുൽ ലൈലുകൾ തീർന്നേ, നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞ തഖ്വ അത് നേടാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കുക. പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് തഖ്വ എന്നുള്ളത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ ദാവൂദ് പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു അവസരം കിട്ടി എന്നുള്ളത്. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള പോയിന്റാണത്. ഇതൊക്കെ എപ്പോഴാ അറിയാന്നറിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടോ, മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടുന്ന നേരം നമ്മൾ ആലോചിക്കും, പടച്ചോനെ, ഇനി എനിക്കൊരു അവസരമില്ലല്ലോ എന്നുള്ളത്. വളരെ അടിവരേണ്ട പോയിന്റാണ് ഇങ്ങനൊരു അവസരം ഇവിടെ കിട്ടി എന്നുള്ളത്. അപ്പോ സത്യവിശ്വാസികൾ ജീവിതത്തിൽ അനിവാര്യമായി അവർ നേടിയെടുക്കേണ്ട ഒന്നാണ് തഖ്വ എന്നുള്ളത്. നാം എന്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാലും അല്ലാഹു സുബ്ഹാനഹു തആല ഒരു പക്ഷേ നമ്മുടെ കണ്ണിലത് നല്ല പ്രവർത്തനമായിരിക്കും, പക്ഷേ തഖ്വയില്ലാത്ത ഒരാളിൽ നിന്ന് അല്ലാഹു കർമ്മങ്ങളെ സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് ഗൗരവമുള്ള വിഷയം. പട്ടിണി കിടന്നിട്ട് നമ്മൾ 6-7 മണിക്കൂർ രാത്രി ഉറക്കമൊഴിച്ച് നമസ്കരിച്ച മുസല്ല സാക്ഷിയാണ് ഇവിടെ, അല്ലേ? വിജ്ഞാനത്തിന്റെ വിരുന്നുകൾ ഒരുക്കിക്കൊണ്ട് ഈ സൗണ്ട് സിസ്റ്റം സാക്ഷിയാണ് സഹോദരങ്ങളെ.
ഇതൊക്കെ പ്രതിഫലം പ്രതീക്ഷിച്ച് വന്നിരിക്കണം. നമ്മുടെ ഉള്ളിൽ തഖ്വയില്ല എങ്കിൽ ഇതൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് നേടിയിട്ടുണ്ടോ എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ ആലോചിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനിയോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കർമ്മങ്ങൾക്ക് തുടർച്ച ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. റമദാൻ നോമ്പിന് ശേഷം നോമ്പ് തീർന്നു എന്ന് ചില ആൾക്കാർ ചിന്തിക്കും. നോമ്പ് കഴിഞ്ഞില്ലേ, ഇപ്പോൾ നോമ്പൊന്നുമില്ലല്ലോ എന്ന്. ശവ്വാലിൽ 6 നോമ്പുണ്ട്. ആർക്കാണത്? ആർക്കാണ്? നിങ്ങൾ പറ. ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ട് നിങ്ങളൊന്ന് പറ. ശവ്വാലിലെ നോമ്പ് ആർക്കാണ്? റമദാനിൽ നോമ്പ് നോറ്റവർക്കുള്ളതാണതെന്ന് അല്ലേ? നേരത്തെ കേട്ട മുൻഗാമിയുള്ള കൗലെന്താണ്? അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിച്ചു എന്നതിന് അടയാളം എന്താണ്? കർമ്മങ്ങൾ തുടർച്ചയുണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ഈ റമദാനിൽ നോമ്പ് പൂർത്തിയാക്കിയവർ അടുത്ത നോമ്പിലേക്ക് പ്രവേശിക്കണ്ടേ? 6 നോമ്പ് ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കിയവർക്കുള്ളതാണ് സഹോദരങ്ങളെ. അപ്പൊ നമ്മളത് നോൽക്കാനുള്ള മാനസികമായി തയ്യാറ, ശാരീരികമായി അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാണ് നോമ്പിൻ്റെ തുടർച്ച എന്നുള്ളത്. ഇനി വളരെ ഗൗരവപ്പെട്ട കാര്യം പറയുകയാണ്. നമ്മുടെ നമസ്കാരം അത് തുടർച്ച വേണം. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ശവ്വാലിൻ്റെ പുറകണ്ട് പള്ളി മിനാരങ്ങളിൽ നിന്ന് അതിൻ്റെ ആഹ്വാനം വന്നാൽ കോഴിക്കോട് കടപ്പുറത്ത് കാപ്പാട് വെച്ച് കണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുമ്പോൾ, വാട്സപ്പിലൂടെ മെസ്സേജുകൾ പാഞ്ഞു വരുമ്പോൾ, അത് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിർത്തിപ്പോവേണ്ട ഒന്നല്ല നമസ്കാരം. അന്നത്തെ നോമ്പ് തുറക്ക് പോലും പള്ളിയിലെത്തിയിട്ടുണ്ട്. പിന്നെ അന്ന് ഇശായിനെ കാണാനില്ല, പിറ്റേന്ന് സുബൈക്ക് കാണാനില്ല. പാടില്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ നോമ്പ്, നമ്മുടെ നമസ്കാരം അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളമായിട്ട് ആ തറാവീഹിന്റെ സമയത്തില്ലെങ്കിലും അന്നത്തെ ഇശാ ജമാഅത്ത് നമ്മൾ പള്ളിയിൽ ഉണ്ടായിരിക്കണം. സഹോദരങ്ങളെ, സഹോദരിമാര് വീട്ടിൽ നിർവഹിക്കണം. പെരുന്നാൾ രാവിലെ എന്നും പറഞ്ഞ് നിസ്കാരത്തെ അങ്ങോട്ട് ഒരു വഴിക്ക് അങ്ങോട്ട് ആക്കി വെക്കുക. ഇനിയിപ്പോൾ നാളെ ഉണ്ടാക്കേണ്ട നെയ്ച്ചോറും പിരിയാണ്ട നെയ്യത്തിൽ ഇശാ നമസ്കാരം 11 മണി 12 എന്നിട്ടോ ഒരു ഓട്ടപ്പാച്ചിലാണ്. അല്ല, ഗൗരവമുള്ള കാര്യമാണ് ഫറദ് നമസ്കാരം എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ യുവാക്കൾ അതിൽ വലിയ വീഴ്ചക്കാരാ. പ്രായമായ ആൾക്കാർ, പാവങ്ങൾ, അവർ അൽഹംദുലില്ലാ വളരെ സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ വലിയൊരു സന്തോഷമുള്ള കാര്യം. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ പള്ളിയിൽ ഒരു നേരം മൊത്തം പ്രായമായ ആൾക്കാരാണ്. അല്ലാഹു അവർക്ക് ഇനിയും കർമ്മങ്ങൾ ചെയ്യാനും ആരോഗ്യവും ആയുസ്സും അള്ളാഹിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖും കൊടുക്കട്ടെ. തലനിരഞ്ച ആളുകളാ പള്ളിക്ക് മുന്നിൽ ഇങ്ങനെ ഫസ്റ്റ് സോഫിൽ അറ്റം വരെ ഇരിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ എവിടെ? എന്തേ അവർക്ക് പള്ളി വേണ്ടേ? പിന്നെ ഇന്നലെ ഖിയാമുലൈലിന് ക്ലാസ് എടുക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, പല യുവാക്കളും പാടത്തും പറമ്പിലും വൈബ് തേടി അവരുണ്ടാക്കിയ വൈബില്, അല്ലാഹ് ഉണ്ടാക്കിയതല്ല, അവരായിട്ടുണ്ടാക്കി വെച്ച ഓരോ വൈബില് 25 രാവിന്റെ സമയത്തും 27 രാവിന്റെ സമയത്തൊക്കെ പള്ളിയിൽ വന്നിരുന്ന് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിക്കേണ്ട പകരം പാടത്തും പറമ്പിലും റോഡിലും ഓടയിലും പലയിടത്തും ആഘോഷിക്കുക. നമ്മുടെ യുവാക്കളുടെ ഒരു ഗതികേട് നോക്കണം നിങ്ങൾ. ഗതികേട് റസൂൽ പറഞ്ഞില്ലേ, ആ ലൈലത്തുൽ ഖദർ നഷ്ടപ്പെടുത്തിയവൻ അവൻ അവന്റെ ജീവിതത്തിലുള്ള മുഴുവൻ നന്മകളെയും നഷ്ടപ്പെടുത്തിയവനാണ് എന്നുള്ളതാണ്. സങ്കടം വരിക, അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം വരിക. എന്തു പറ്റി നമ്മുടെ കൗമിങ്ങൾക്ക്? മുസ്ലിമായി ജനിക്കാൻ അവസരം കിട്ടിയിട്ട് നിങ്ങൾ നോക്ക്, നിങ്ങൾ ശരിക്കും ആലോചിക്ക്. ഈ മുസ്ലിങ്ങളുണ്ടല്ലോ, അവർക്ക് ഈ തൗഫീഖ് കിട്ടിയിട്ടില്ല. പക്ഷെ അവര് നമ്മൾ യാത്രകളൊക്കെ കാണാറുണ്ട്. 4 മണി 4:30 മണി 5 മണിക്കൊക്കെ അവരുടെ വിഗ്രഹത്തിന് മുമ്പിൽ കുമ്പിടാൻ വേണ്ടി വരിക. അവരുടെ ആ വിഷയത്തിലുള്ളൊരു നോക്ക് നിങ്ങൾ, കണിശത അല്ലേ? ശരിക്കും അവർക്കൊക്കെ അല്ലേ ഈ വെളിച്ചം കിട്ടേണ്ടത്? അപ്പോൾ അവരൊക്കെ ഫസ്റ്റ് പള്ളിയിലെത്തിയിട്ടുണ്ടാവും ഈ തൗഹീദ് കിട്ടുമ്പോൾ. ഇസ്ലാമായിട്ട് ജീവിക്കാൻ അവസരം കിട്ടിയിട്ട്
ഈ പരിശുദ്ധ റമദാനിലും തോന്നിയവാസങ്ങൾക്ക് പിന്നാലെ സമയത്തെ തള്ളി നീക്കുന്ന എത്രയോ ചെറുപ്പക്കാർ. പ്രാർത്ഥിക്കുക, നമ്മുടെ വീട്ടിലെ കുടുംബത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക, അവരെ അല്ലാഹ് നേരായ മാർഗത്തിലാക്കട്ടെ. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് നമസ്കാരത്തിൻ്റെ കാര്യമാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന ബൈന റജുലി വബൈന ശിർക വൽ കുഫ്രി തറക സ്വലാത്ത്. ഹദീസാണ്, ജാബിർ ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താ പറഞ്ഞറിയോ? ഒരു മുസ്ലിമിൻ്റെയും ഒരു ശിർക്കൻ്റെയും ഒരു കുഫറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം എന്നുള്ളത് നിസ്കാരം തന്നെയാണെന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വേറൊരു ടീമിൻ്റെ കാര്യം. അവർ 4:30 എണീച്ച് അവരുടെ അവിടെ പോയിട്ട് മണിയടിക്കലും പലതും ചെയ്യുന്നുണ്ട്. നമ്മൾ നമസ്കാരത്തിലേക്ക് പുറപ്പെടുകയാണ്. 2 വ്യത്യാസങ്ങൾ അവിടെ സൂചിപ്പിച്ചത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ആലോചിക്കുക, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരാണ് എന്ന് ചിന്തിക്കുക. അതിനാ പറഞ്ഞത്, നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരാണ് എന്ന്. അതേപോലെ ബുറൈദ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ് നോക്കുക നിങ്ങൾ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാമും അവരും തമ്മിലുള്ള കരാർ അത് നമസ്കാരമാകുന്നു. ആര് അത് ഉപേക്ഷിച്ചുവോ അവൻ കാഫിറായി എന്ന്. ഇനി ചിന്തിക്കുക. നമ്മൾ റമദാൻ കഴിഞ്ഞിട്ട് ചൊവ്വാലിൻ്റെ പിറ കാണുമ്പോൾ അവസാനിപ്പിക്കുന്ന നമസ്കാരമാണെങ്കിൽ നമ്മുടെ പേര് ഏത് ലിസ്റ്റിലാണ് വന്നിട്ടുണ്ട് നമ്മൾ ചിന്തിക്കുക. ഹദീസ് പറഞ്ഞു കേട്ടത് നിങ്ങൾ കാഫിറാണ് എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും, കാഫിർ സലാം പറയുക. വലൈക്കും സലാം നമ്മളും പറയുക. നിസ്കാരമില്ലാത്തവനാണ് എന്ത് വിലയുള്ളേ അറിയണ്ട. നിങ്ങൾ ഹദീസ് ഇന്നിക്കാക്കണം. അതിൻ്റെ ഹദീസ് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുകയാണ്, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ, ശ്രദ്ധിച്ചോ എല്ലാവരും കേട്ടോളൂ, ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കുടുംബത്തിലേക്ക് ഉപകാരപ്പെടും. ഒരുപക്ഷെ നമ്മളൊക്കെ അതിൻ്റെ വക്താക്കളായി നിസ്കരിക്കുന്ന ആളുകളായിരിക്കും. അതാവും നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ അവൻ്റെ കാറ്റഗറി പറയുകയാണ്, ഒന്ന് മോഷ്ടാവിനേക്കാളും, രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ചുകൊണ്ട് കക്കാനിറങ്ങുന്ന, നമ്മുടെ ഭാഷ പറഞ്ഞ കക്കാനിറങ്ങുന്ന കള്ളൻ. 2 വ്യഭിചാരം, 3 മദ്യപാനി, 4 മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ. ഇവരെക്കാളൊക്കെ മോശമാണ് സഹോദരങ്ങളെ നമ്മുടെ വീട്ടിൽ നമസ്കാരം ഉപേക്ഷിച്ച് കിടന്നുറങ്ങുന്നവൾ. രണ്ടും പറയണം. മക്കൾക്ക് പഠിപ്പ്, സ്കൂൾ, എക്സാം ആണെങ്കിൽ പിന്നെ അവർക്ക് നിസ്കാരമില്ല, നോമ്പില്ല, ഖുർആനില്ല, ഒന്നുമില്ല. അതിനാരാ കൂട്ട്? സ്വന്തം ഉമ്മമാര്, 10 മാസം ഏറ്റിച്ചുമെന്ന് പ്രസവിച്ച് വളർത്തിയ ഉമ്മമാര്. അവളെ വിളിക്കണ്ട, അവൾക്ക് എക്സാം, അവൾ പഠിക്കട്ടെ, അവൾ അവിടെ കിടക്കട്ടെ. എവിടെ കിടക്കുക? പറഞ്ഞില്ലേ, മദ്യപാനിയേക്കാളും വ്യഭിചാരിയേക്കാളും മോഷ്ടാവിനേക്കാളും മയക്കുമരുന്നും ലഹരിയും ഉപയോഗിക്കുന്നവനേക്കാളും മോശമാണ്. റോട്ടിൽ കൂടെ ഒരാൾ കള്ളു കുടിച്ചുമ്പോൾ നമ്മളെന്താ പറയുന്നത്? കള്ളു കൂടിയാൻ പോണെന്ന് നോക്കുന്നു പറയാ. പറയണ 5 നേരം നിസ്കരിക്കാത്തവനാ. ഇവിടെ അവർ എണ്ണിയിരിക്കുന്നത് ആരുടെ കീഴില? ആ പോകുന്നവനേക്കാളും മോശമാൻ, അവനേക്കാളും മോശ ഈ പറയണവൻ. നിസ്കരിക്കാണ്ട് ഇങ്ങനെ കമന്റ് അടിച്ച് നിൽക്കുക. പള്ളി അപ്പുറത്തുണ്ട്, ബാങ്ക് കൊടുത്തിട്ട് പള്ളിക്ക് പോകാണ്ട് നോക്ക് കള്ളും കുടിച്ച് പോണെന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ ഒരു അമുസ്ലിം ആയിരിക്കാം, അതൊക്കെ അവർക്ക് ഹലാലാണ്. ഈ പറയുന്ന വ്യക്തിയോ അവന്റെ കാറ്റഗറി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ആ പോകുന്നവനേക്കാൾ മോശമാണ് എന്ന്. നമ്മൾ വീട്ടിൽ കിടത്തിട്ട് നമ്മുടെ മക്കളില്ലേ, സുബക്ക് വിളിക്കണ്ട, അവള് നേരം പോയി പഠിച്ചിട്ട് കിടക്കുക, വിളിക്കണ്ട, ഉറങ്ങട്ടെ. ഇനി എക്സാമിന് പോയി തലവേദന ഉണ്ടാവും, എക്സാം എഴുതിക്കോട്ടെ സഹോദരങ്ങളെ. പടച്ചോന്റെ കോടതിയിൽ ഒരു എക്സാം വരാനുണ്ട്. ആ പരീക്ഷയ്ക്ക് മക്കളെ നിങ്ങൾ എഴുന്നേൽപ്പിച്ച് വിട്ടിട്ടില്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കളെ അള്ളാഹു എണ്ണുന്നത് ഈ രൂപത്തിലാണ്. ഇവർക്കുള്ള ശിക്ഷയേക്കാൾ വലിയ ശിക്ഷയാണ് നമ്മൾ കടത്തിയുറക്കിയ നമ്മുടെ മക്കൾക്ക് കിട്ടാൻ പോകുന്നത്. അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. തീരുന്നില്ല. നോക്ക്, നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കുന്ന ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളതാണ്. നമസ്കാരം ഉപേക്ഷിച്ച് അവന് ഇസ്ലാമിന് ഒരു സ്ഥാനം, ഒരു ക്വാളിറ്റി ഇല്ല, ഒരു വിലയില്ല, ഒരു നിലയില്ല എന്നർത്ഥം. വെറുതെ ഒരു പായ് ജമ്മം അങ്ങനെ പറയാം, അത്രേ ഉള്ളൂ. ഇവിടെയോ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? വെള്ളിയാഴ്ചയും പെരുന്നാളിനും
മുൻപിലുണ്ടാവും. വെള്ളിയാഴ്ച ഏറ്റവും പുറകിൽ സൊഫിലുണ്ടാവും. പെരുന്നാളിനും ഏറ്റവും പുറകിൽ. എന്താണെന്നറിയോ? പെട്ടെന്ന് പോവാലോ, വേഗം വന്ന് പെട്ടെന്ന് പോവാ. അപ്പോൾ ഏതാ സൗകര്യം? ലാസ്റ്റ് സൊഫ്. അവരെക്കുറിച്ച് എന്താ പറയണമെന്നറിയോ? അവർ നിസ്കാരക്കാരല്ല എന്നുള്ളതാണ്. അവര് നിസ്കാരക്കാരല്ല എന്നുള്ളതാണ് ഇമാമിങ്ങൾ പറയാ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറയുകയാണ്, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാവുകയും മുസ്ലിം സമുദായത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. അവൻ തൗബ ചെയ്ത് വീണ്ടും നമസ്കാരം തുടങ്ങിയാലല്ലാതെ. സീസണബിൾ അല്ലാന്ന്, റമളാനിൽ മാത്രം ചെയ്യേണ്ട ഒരു ആരാധന അല്ല ഈ നിസ്കാരം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനിയുമുണ്ട് ഹദീസുകൾ ആ വിഷയത്തിൽ. അല്ലെങ്കിൽ ഞാൻ പോകും, നമ്മുടെ സമയം ചിലപ്പോൾ കൈവിട്ടു പോകും. ഇനി നമ്മളൊന്ന് ആലോചിക്കുക. എന്താണെന്നറിയോ? റമളാനൊക്കെ കഴിഞ്ഞൊരു കല്യാണം ഇങ്ങോട്ട് വന്നു വിചാരിച്ചോളി. ഒരു കല്യാണം ഇങ്ങോട്ട് വന്നു. വീട്ടിൽ നിന്ന് ഒരു 11 മണിക്കൊക്കെ നമ്മൾ പുറപ്പെട്ടു പോയി. കല്യാണത്തിന് നമ്മുടെ ലൊഹറിൻ്റെ അവസ്ഥ എന്താ? നമ്മൾ വിലയിരുത്തുക ലൊഹറിൻ്റെ അവസ്ഥ. പുരുഷന്മാരൊരു പക്ഷേ പള്ളിയിലേക്ക് പോകും, ഒരു പക്ഷേ പള്ളിയിലേക്ക് പോകും, അല്ലെങ്കിൽ ബിരിയാണിക്ക് മുമ്പിലുണ്ടാവും. സഹോദരിമാർ, ലൊഹറില്ല, അസറില്ല. വിമർശിക്കൽ, നിങ്ങൾ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ചിന്തിക്കണം. ഈ റമളാൻ കൊണ്ട് നമ്മൾ എന്തു നേടി? ചിന്തിക്കണം. കഴിഞ്ഞ വർഷത്തേക്കാൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ, കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ റമളാൻ കിട്ടിയ ശേഷം അതിനേക്കാൾ നല്ല അവസ്ഥയിലേക്ക് നമ്മൾ മാറണമെങ്കിൽ നമ്മൾ ചിന്തിക്കുക. ഈ റമളാൻ കഴിഞ്ഞാൽ ഒരുപാട് വിസിറ്റിംഗ് കല്യാണ പത്രിക നമ്മുടെ വീട്ടിലേക്ക് എത്തും. അന്നത്തെ ദിനത്തിൽ നമ്മുടെ നമസ്കാരങ്ങളുടെ അവസ്ഥ നമ്മൾ ആലോചിക്കുക. നമസ്കാരം ഉപേക്ഷിച്ച ആൾക്കാരുടെ ഹദീസൊക്കെ നമ്മൾ കേട്ടല്ലോ ഇവിടെ. ഇനി നമ്മൾ ഈ ഇരിക്കുന്നവർ ചിന്തിക്കുക, എത്ര കല്യാണങ്ങൾക്ക് ഞാൻ പങ്കെടുത്തിട്ട് എൻ്റെ ലൊഹർ നഷ്ടപ്പെടുത്തി, ഞാൻ അസർ നഷ്ടപ്പെടുത്തി, റിസപ്ഷന് പങ്കെടുത്ത് മഗ്‌രിബും ഇശാവും നഷ്ടപ്പെടുത്തി. ചിലർ പറയും, ഇന്നിപ്പോൾ രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് 10 മണിക്ക് കല്യാണത്തിന് പോയതാണ്, പിന്നെ ലൊഹറും അവിടെ ബാങ്കും കേട്ടില്ല. കേട്ടാ നിസ്കരിക്കണ പോലെ അല്ലേ? കേട്ടാ വേഗം പോയി നിസ്കരിക്കണ പോലെ പറയുക. ലൊഹറും ഇല്ല, അസറും ഇല്ല, പിന്നെ മറുവീടിന് പോയപ്പോൾ മഗ്‌രിബും പോയി, പിന്നെ റിസപ്ഷൻ അവിടെ എത്തിയപ്പോൾ ഇശാവും അറിഞ്ഞില്ല. ഇനിയിപ്പോൾ നാളെ നിസ്കരിക്കാന്ന്. നാളൊരു പക്ഷേ നാട്ടുകാർ നമുക്ക് വേണ്ടി നിസ്കരിക്കേണ്ട അവസ്ഥ വന്നാൽ അള്ളാന്റെ മുമ്പിൽ കടങ്കാരനായിക്കൊണ്ട് നമ്മൾ എഴുന്നേൽപ്പിക്കപ്പെടും. വിശ്വാസികളെ, പാടില്ല. ഈ റമദാൻ കൊണ്ട് നമ്മൾ നേടേണ്ടത് നമ്മുടെ നമസ്കാരത്തിലെ കൃത്യനിഷ്ഠതയാണ്. പറയുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ആ വിഷയത്തിൽ ഒരു അല്പം പോലും പുറകോട്ട് പാടില്ല. ഏത് കാര്യവും നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചാൽ നമ്മൾ വിചാരിച്ചതല്ല അവിടെ സംഭവിക്കുക. ആലോചിക്കണം. നിങ്ങൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്, നമ്മൾ വിചാരിച്ചതല്ല അവിടെ സംഭവിക്കുക. പക്ഷേ ഏതൊരു വിഷയവും നമസ്കാരത്തിന് വേണ്ടി നമ്മൾ നമസ്കാരം അതിന് മുന്നുകൊണ്ട് വെച്ചാൽ എങ്ങനെ ഇന്ന ഭാഗത്ത് പോയാൽ ഇന്ന സാധനം കിട്ടും, ഇത്ര മണിക്ക് വരും, പക്ഷേ ആ സമയത്ത് ഫർദ് നമസ്കാരമുണ്ട് എങ്കിൽ അവർ പറയാണ്, നിങ്ങൾ അവിടെ എത്തിയില്ലെങ്കിൽ നിങ്ങൾക്കത് നഷ്ടമാവൂട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, എൻ്റെ നമസ്കാരമാണോ എനിക്ക് വലുത്, അതല്ല അവിടെ കിട്ടാനുള്ള സാധനമാണോ വലുത് എന്ന്. നമ്മൾ എന്ത് ചെയ്യുക? അത് വാങ്ങിയിട്ട് വന്ന് നിസ്കരിക്കുക. അപ്പൊ അത് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പോണ വഴിക്ക് വണ്ടി പഞ്ചറായി, ആ സാധനം അവിടെ വന്ന് അവർ ആ സമയത്ത് പോയി, നമ്മളെങ്ങനെയൊക്കെ ഉന്തളത്തും പോയി, ഞങ്ങൾ കാത്തു, നിങ്ങൾ വന്നില്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കുക, അതും ഇല്ല ഇതും ഇല്ല, നിസ്കാരവും പോയി ഇതും പോയി. നേരെ മറിച്ച് ഈമാൻ ഉറച്ചുകൊണ്ട് റബ്ബിൽ തവക്കൽ ചെയ്തുകൊണ്ട് നിസ്കരിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞ് നിസ്കാരത്തിന് മുൻപന്തിയിൽ നിന്ന് മുൻതൂക്കം കൊടുത്ത് ശേഷം ഇറങ്ങി പോകുമ്പോ അവിടെത്തിയിട്ട് പറയാ, അവിടെ നിങ്ങളെ കാണാനില്ലല്ലോ, 5 മിനിറ്റ് ഞങ്ങൾ ട്രാഫിക്കിൽ പോയിട്ട് ബ്ലോക്കായി, ഒന്നും വിചാരിക്കണ്ട. നമ്മൾ അൽഹംദുലില്ലാഹ് നിസ്കാരവും കിട്ടി, അതും കിട്ടി അല്ലേ? സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞെന്താ വെച്ചറിയോ, നിസ്കാരം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നു തോന്നിയാൽ നഷ്ടപ്പെടണ്ട, പെടുത്തരുത്. നമ്മുടെ മനസ്സ്
വേദനിക്കണം. എങ്ങനെയെന്നറിയോ? ആൾക്കൂട്ടത്തിനിടയിൽ നമ്മുടെ പിഞ്ചു പൈതലിനെ 10 മിനിറ്റ് നേരം ഒന്ന് കാണാനില്ലാണ്ടായാൽ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും വേദന? ഉമ്മമാർ ചിന്തിക്കുക, ഈ വിഷയത്തിലേറെ ബാക്കിൽ സഹോദരിമാരാണ്. കാരണം അവർക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്നുള്ള ചിന്തയാണ്. നമ്മുടെ കുട്ടീനൊന്ന് കാണാൻ നമ്മൾ എന്താ മനസ്സിൽ എന്താ, കുട്ടി അവിടെ ഒന്ന് കളിച്ചിട്ടുണ്ടാവും, എൻ്റെ കുട്ടീനെ കാണാനില്ല, ഓകെ ബേജാറായി അല്ലേ? നമ്മുടെ കയ്യിലുള്ള ഈ സാധനം 10 മിനിറ്റ് നേരം എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല, തല ചുറ്റണ പോലെ ഉണ്ട് എനിക്ക്, എൻ്റെ ഫോണ് കാണാനില്ല. അപ്പൊക്കെ ഒരു ബേജാറ് നമുക്കുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ഒരു ബേജാറ് നമ്മുടെ നമസ്കാരത്തെ വിഷയം നഷ്ടപ്പെടുന്ന നമുക്ക് ഉണ്ടാവുമോ? ഉണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഉണ്ടാവണം. അതിനാണ് നമ്മൾ ഈ നോമ്പിൽ നേടിയെടുത്ത തഖ്വ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. നിങ്ങൾക്കറിയോ, മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് നല്ല വില കൂടിയ ഒരു വെളുത്ത കുതിരയുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് ആ കുതിരയെ അദ്ദേഹത്തിന്, വെളുത്ത സുന്ദരനായ കുതിര. അദ്ദേഹം എപ്പോഴും അതിനെങ്ങനെ നോക്കി ആസ്വദിച്ച് നിൽക്കും. അത്ര ഭംഗിയാണ് അതിനെ കാണാൻ, എല്ലാവരും മോഹിച്ചതാ. നല്ല വില കൂടിയ മുൻകൈയിനം കുതിരയാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ ബെൻസും അന്നൊന്നും ഇല്ലല്ലോ, അവർക്ക് അതാണ് അവരുടെ വാഹനം. അദ്ദേഹം അതിനെങ്ങനെ നോക്കി നിന്ന് അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള ഒരു ഇബാദത്ത്, ഒരു നമസ്കാരം, അതിൻ്റെ സമയം തെറ്റി. അദ്ദേഹം ആ കുതിരയെ നോക്കി അതിൽ മനസ്സിൽ അദ്ദേഹം അതിനെങ്ങനെ പുണർന്നുകൊണ്ട് നിന്നു. ആ ഇബാദത്ത് മുടങ്ങി. ഒരു പ്രവാചകനാണ്. എന്താ ചെയ്യുന്നറിയോ? കുതിരനെ അറുത്തു കളഞ്ഞുന്ന, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അദ്ദേഹത്തിന് കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന ആ കുതിരയെ എന്ത് ചെയ്തു? അറുത്തു കളഞ്ഞോ? ഇനി ആലോചിക്കുക, നമ്മളൊക്കെ ആണെങ്കിലും നമ്മുടെ ഒരു നിസ്കാരം നഷ്ടപ്പെട്ട നമ്മുടെ മനസ്സ് എന്തായിരിക്കും? നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തഖ് യുദ്ധത്തിൽ, കിടങ്ങ് യുദ്ധം ഉണ്ടല്ലോ, കിടങ്ങ് കുഴിച്ച് യുദ്ധം, എരിപൊരിക്കൊള്ള സമയം, അമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പായാണ്, ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം, അസർ നമസ്കാരത്തിന്റെ സമയം, പ്രവാചകൻ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അതുവരെ പ്രവാചകൻ ക്ഷമിച്ചു പിടിച്ചു. അസർ നമസ്കരിക്കാൻ പോലും സമയം കിട്ടാതെ ശത്രുക്കൾ അമ്പെയ്തപ്പോൾ പ്രവാചകന്റെ മനസ്സിലതാ കഠിനമായ വിഷമം. അല്ലാഹു റസൂൽ ദുആ ചെയ്ത്, പടച്ച റബ്ബേ, എന്റെ നമസ്കാരത്തെ, ഇതാ ഞങ്ങളുടെ നമസ്കാരത്തെ പോലും തടഞ്ഞുകൊണ്ട് ശത്രുപക്ഷം യുദ്ധം ചെയ്യുന്ന റബ്ബേ, നശിപ്പിക്കണം അവരെ എന്നുള്ളത് നമുക്കുണ്ടോ? നമ്മുടെ നിസ്കാരം നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മുടെ കൂട്ടുകാരാ, കുടുംബക്കാരാ വലിയ വിഷമമുണ്ടാവുമോ? വീട്ടിലേക്ക് മഗ്‌രിബിന്റെ നേരത്ത് ഒരു ഫാമിലി വരികയാണ്, ഒതുർക്കാൻ വേണ്ടി നിൽക്കണം. നേരത്തെ കഴിയുമ്പോൾ അല്ലാ വരി ഇരിക്കേ, എന്താ ഇപ്പോൾ എത്ര കാലമായി കണ്ടിട്ടില്ലേ, ഒന്ന് പറയാം, 5 മിനിറ്റ് നിസ്കരിക്കട്ടെ കേട്ടോളി, അല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്കണ്ടോ, വരി നിസ്കരിക്കാം. അത് പറയാനുള്ളൊരു ഈമാനില്ലേ നമുക്ക് ഉണ്ടാവൂല. അതാണ്, അത് നേടണം ഈ റമദാനിൽ. അത് നമ്മൾ നേടി, അതിനാണിത്, അതിനാ ഈ റമദാൻ. ഞാൻ പറഞ്ഞത്, കർമ്മങ്ങൾക്ക് തുടർച്ച വേണം. അത് നിലനിർത്താനുള്ള മനസ്സിനാ നമ്മൾ ഇവിടെ നേടിയെടുക്കുന്നത്. അതാണ് തഖ്വ എന്നുള്ളത്. അപ്പോൾ നമസ്കാരത്തിൻ്റെ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ്, നമ്മുടെ വീട്ടിൽ നമ്മുടെ മൊബൈലൊക്കെ ഇപ്പോൾ ഒരു ഫിക്സഡ് അലാറം സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഒന്ന് സ്പീഡാക്കുകയാണ് ക്ലാസ്, കൂടെ വരണേ. നമ്മുടെ മൊബൈല് അലാറം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എപ്പോഴാണ് ഓഫാക്കുക? നമ്മൾ പെർമനൻ്റ് ഓഫ് എപ്പോഴാക്കുക? മാസം കണ്ടെന്ന് പറഞ്ഞാൽ രാത്രി കിടക്കാൻ നേരത്ത് ഒന്ന് കിടക്കട്ടെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ, 4 മണിക്ക് 3:30 അലാറം വെച്ച ആൾക്കാർ ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ, നേരം ഉറങ്ങാലേ എന്നുള്ളതാണ്. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, തഖ്വ നേടിയ നമ്മൾ അത് ഓഫാക്കാൻ പാടില്ല. അത് ഓഫാക്കരുത്. ആ നേരത്തെ എഴുന്നേൽക്കണം. ആ നേരത്തെ എഴുന്നേറ്റ് റമദാനിൻ്റെ രാത്രികളിൽ നമ്മൾ നമസ്കരിച്ച തറാവീഹിനെ എണ്ണം ചുരുക്കി അങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അതാണ് പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞില്ലേ, റമദാനിന് മുൻപ്
ഉള്ള അവസ്ഥയിൽ നിന്ന് റമദാൻ കഴിഞ്ഞാൽ ഒരു പുരോഗമനം, ഒരു മാറ്റം, ഒരു പുരോഗതി ആവശ്യം, ഒരു വളർച്ച ആവശ്യം. 3:30 അലാറം വെച്ച് 4 മണിക്ക് അലാറം വെച്ച് 4:30 അലാറം വെച്ച് എഴുന്നേറ്റാൽ ഒരു 3 റക്അത്ത് നമസ്കരിക്കാനുള്ള ഈമാനെങ്കിലും നമുക്ക് വേണം സഹോദരങ്ങളെ. അത് ഈ റമദാനിൽ നമ്മൾ നേടിയെടുക്കണം. അൽഹംദുലില്ലാഹ്, ഒരു പക്ഷേ 3 നിസ്കരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും. അവർ ചെയ്യേണ്ട പണി എന്നറിയോ? അതിന് 5 ആക്കുക. 5 ചെയ്യുന്നവരുണ്ടാവും, അതിന് 7 ആക്കുക. അതാണ് മാറ്റം. അപ്പം 5 മിനിറ്റ് മുമ്പ് എണീക്കേണ്ടി വരും, 5 മിനിറ്റ് മുമ്പ് എഴുന്നേൽക്കേണ്ടി വരും. എന്താണെന്നറിയോ? നിങ്ങൾക്ക് രാത്രി നമസ്കാരം ശീലമാക്കാത്തവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കാറുണ്ടായിരുന്നു. അപ്പം ഇത് മുൻഗാമികളുടെ പാതയാണ്, നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല. എന്താ പറഞ്ഞറിയോ? മഹാനായ ഇബ്നു ഉമർ, അദ്ദേഹം ഉമർ ഖത്താബിന്റെ മോനാണ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം രാത്രി നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹം ആരായിരുന്നു നിങ്ങൾക്ക് അറിയാലോ? മുത്തബി സുന്ന, അല്ലാഹുവിന്റെ റസൂലിനെ കൃത്യമായി കണിഷ്ഠതയോടുകൂടെ പിൻപറ്റിയ ഒരു മഹാമനുഷ്യൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താ വെച്ചാൽ ആ സ്വഹാബിയുടെ പ്രത്യേകത അറിയോ? സമയം ഏതെങ്കിലും വഴിക്കൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഇരിക്കും. അപ്പോൾ കൂടുതലുള്ളവർ ചോദിക്കും, എന്ത് പറ്റി അബ്ദുള്ള? എൻ്റെ പ്രവാചകൻ ഈ വഴിക്ക് വരുമ്പോൾ ഇവിടെ ഇരിക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ ഇങ്ങനെ തലതാത്തു നടന്നു. എന്ത് പറ്റി അബ്ദുള്ള? എൻ്റെ പ്രവാചകൻ ഈ വഴിക്ക് വരുമ്പോൾ ഇവിടത്തെ ഒന്ന് കുനിയുമാറുണ്ട്. എന്താ? അന്ന് ഇവിടെ ഒരു കൊമ്പുണ്ട്, മരക്കൊമ്പ്. അത്ര നബിയെ പിൻപറ്റിയ സ്വഹാബി. ഇതിന് വിളിച്ച് പറയാം, അബ്ദുള്ള വന്നേ. എന്താ പറഞ്ഞറിയോ? അബ്ദുള്ള താങ്കൾ എത്ര നല്ല മനുഷ്യനാണ്. രാത്രി നമസ്കാരം കൂടി അങ്ങോട്ട് തുടങ്ങിയാൽ താങ്കൾ എത്ര നല്ല മനുഷ്യനാണ്. അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എത്ര പ്രതിഫലമുള്ള കാര്യമാണെന്നറിയോ? അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ഉള്ള ഒരു മഹത്തായ കർമ്മം. അതേപോലെ സ്വാലിഹീങ്ങളിൽ നമ്മൾ പെടാൻ നമുക്കൊക്കെ ആഗ്രഹം അതാണല്ലോ, അല്ലേ? ഇതൊക്കെ ഈ രാത്രി നമസ്കാരങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കുമെന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരുപാട് ഹദീസിന് അതിലേക്കൊന്നും പോണില്ല, കാരണം കയ്യിൽ നിന്ന് പോയി സമയം. ഇനി നമ്മൾ തുടർത്തിക്കൊണ്ടുവരേണ്ട ഒന്ന് പരിശുദ്ധ ഖുർആൻ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ലോണം ഓതിട്ടുണ്ട്. ഒന്ന് ആലോചിക്കണം കേട്ടോ. ഇത്ര ദിവസമായിട്ടും അതൊരാവർത്തി പൂർത്തിയാക്കാൻ സമയം കിട്ടാത്തവർ ഒന്ന് ആലോചിക്കുക. ഒരു തവണ 30 ജുസ്അകൾ 114 അധ്യായങ്ങൾ ഒരു തവണ എങ്കിലും ഓതി തീർക്കാൻ സാധിക്കാത്തവർ ശരിക്കും പേടിക്കണം, ശരിക്കും ഭയപ്പെടണം. ഈ റമദാനിൽ അതിന് കഴിഞ്ഞില്ല, പിന്നെ എപ്പോഴാണ് നമുക്ക് സാധിക്കുക? ഓക്കെ, അപ്പോൾ സ്ഥിരമായി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, റമദാനിന് ശേഷവും നമ്മൾ തുടർത്തേണ്ട മറ്റൊരു കാര്യമാണ് പരിശുദ്ധ ഖുർആൻ. നമ്മുടെ വീടുകളിൽ സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങളതിന് മുൻകൈയെടുക്കണം. മഗ്രിബിന്റെ നേരത്ത് ഖുർആൻ എടുത്തു നോതാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ അതിന്റെ നന്മയുടെ തുടർച്ചയെന്നോണം ഖുർആൻ ഓതാനുള്ള മനസ്സുകൊണ്ട് അത് എടുത്തിങ്ങനെ ഷെൽഫിൽ ഇനി അടുത്ത കൊല്ലം കാണാട്ടോ എന്ന് പറഞ്ഞ് എടുത്ത് വെക്കല്ല വേണ്ടത്, അല്ലേ? ഞാൻ വിജ്ഞാനവേദി അല്ല റമദാനിൽ ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഉമ്മമാരൊക്കെ ഒന്ന് ചിരിക്കേ. സത്യമാണത്. പൊടി തട്ടുന്ന സമയത്ത് നനച്ചുകുളി എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ ഇസ്ലാമിലില്ല കേട്ടോ, നിങ്ങൾ ഓരോരുത്തരുണ്ടാക്കിയാണ്. അതിങ്ങനെ തട്ടുമ്പോൾ മുസാഫ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു, മുസാഫ് എടുത്ത് ഇങ്ങനെ തുടച്ചിട്ട്, അല്ലാഹ് ഓതാനുള്ളതാണ് റമദാനായാലും, ഒന്ന് ഓതാനുള്ളതാണ് റമദാനായാലും എന്ന് അത് പറഞ്ഞപ്പോൾ അവരൊക്കെ ചിരിച്ചു സഹോദരി ഉമ്മമാര്. അപ്പോൾ കുറേ സത്യം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളും തിരിച്ചില്ലേ ഇത് പറഞ്ഞപ്പോ? പാടില്ല സഹോദരിമാരെ. നമ്മുടെ വീടിൽ മഗ്രിബിന് ഖുർആൻ എന്നൊരു സിസ്റ്റം നിങ്ങൾ കൊണ്ടുവരണം. ഇപ്പൊ പുരുഷന്മാർക്ക് മഗ്രിബിക്ക് വീട്ടിൽ വന്ന് നോക്കാൻ പറ്റില്ല, അവര് പള്ളിയിലൊക്കെ നോദിക്കോളും. പക്ഷേ അല്ലാഹു റസൂൽ പറയുക, നിങ്ങളുടെ വീടുകളെ ശ്മശാനമാക്കരുത് എന്ന്. സെമിത്തേരി, ഖബറിടം, അവിടെ പോയിട്ടല്ലേ ഖുർആൻ ഓതുക. വീട്ടിലെ അവസ്ഥ കൊണ്ടുവരരുത്. ഇനി നോക്ക് നിങ്ങൾ, സൂറത്തുൽ ബഖറ
മഗ്രിബ് നമസ്കാരത്ത് വീട്ടിലോതിയാലുള്ള പ്രതിഫലം ഒട്ടേറെയാണ് സഹോദരിമാരെ. ഈ റമദാന്റെ തുടർച്ച എന്നോണം നമ്മൾ നമ്മുടെ വീട്ടിൽ ശീലമാക്കാൻ സാധിക്കണം. രണ്ട് സ്വഹാബികൾ ഇങ്ങനെ നബിയുടെ അടുത്ത് പോയി പറഞ്ഞു, നബിയേ, ഇന്ന സ്വഹാബിയുടെ വീട്ടിൽ ഞങ്ങൾ ആ വഴിക്ക് വരുമ്പോൾ ആ വീടിനൊരു വല്ലാത്തൊരു പ്രകാശം ഞങ്ങൾ കണ്ടു നബിയേ. അപ്പൊ നബി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം സൂറത്തുൽ ബഖറ പാരായണം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. നമ്മുടെ വീടുകളിലും വെളിച്ചം വെളിച്ചം പറഞ്ഞ ഈ വെളിച്ചമല്ല കേട്ടോ, അള്ളാന്റെ വെളിച്ചം നമ്മൾ ആഗ്രഹിക്കുന്നുവോ? വീടുകളിൽ നിന്ന് പിശാച് പുറത്തു പോകണമെന്ന് ആലോചിക്കുന്നുവോ, ആഗ്രഹിക്കുന്നുവോ? വീട്ടിലുമ്മമാർ മക്കൾ മഗ്രിബ് നമസ്കാരം ഖുർആൻ എടുത്ത് കുറച്ചെങ്കിലും ഓതാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിന് സഹായിക്കണം നമ്മുടെ ഈ റമദാൻ. അതിന് സഹായിക്കണം നമ്മുടെ ഈ റമദാൻ. ഇനി അടുത്തൊരു പോയിന്റ് ഒന്ന് ഫാസ്റ്റാക്കാണ്. സ്വതക്കകൾ നമ്മൾ ചെയ്യുക. ഒരുപാട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഇന്ന് 25 നോമ്പായി. അൽഹംദുലില്ലാ നമ്മൾ ചെയ്ത എല്ലാ സ്വതക്കകളും അല്ലാഹ് സ്വീകരിക്കുമാറാവട്ടെ. ഇനിയുമുള്ള ദിവസങ്ങളുണ്ട്. അല്ലാഹുവിൻ്റെ റസൂല് റമദാൻ്റെ അവസാനപ്പത്തിൽ ഭയങ്കരമായി നല്ലോണം കൊടുക്കുന്ന പറഞ്ഞത്, നല്ലോണം കൊടുക്കും. അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ ചെയ്യുന്ന ആൾ. ഇപ്പം ഇന്നലെ ഖിയാമിലൊരു ക്ലാസ് എടുത്തപ്പോൾ 30,000 ചില്ലറ കിട്ടി. അൽഹംദുലില്ലാ പള്ളിയിലേക്ക് കൊടുക്കുക, ജനങ്ങളിങ്ങനെ കൊടുക്കുക, നമ്മളും കൊടുക്കണം. അത് സ്ഥിരമാക്കണം. അതിലൊക്കെ ഞാൻ വരുന്നത് റമദാന് ശേഷവും സ്ഥിരമാക്കണം. ആഴ്ചയിൽ ചെറിയൊരു സംഖ്യ സ്വതക്കയായിട്ട് നമ്മൾ കൊടുക്കണം. ഇപ്പം നമ്മുടെ ഈ സെൻറ്ററിലൊക്കെ നോക്ക് നിങ്ങൾ, ഇതിവിടെ വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ഇതിനുള്ളിലേക്ക് ആദ്യമായിട്ട് കയറുന്നു, ഇങ്ങനെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു. അപ്പം ഇതിലേക്ക് ഒരുപാട് ആളുകൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഇവിടുത്തെ മാറ്റ് നോക്ക്, എത്ര വില കൂടിയ മാറ്റാണ്. ഇവിടുത്തെ AC സൗകര്യങ്ങൾ. അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് ചെയ്ത എല്ലാവർക്കും, ഈ ഒരു സംവിധാനത്തെ സഹായിച്ച എല്ലാവർക്കും കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും ധാരാളം സ്വതക്കകൾ ചെയ്യാനുള്ള സമ്പത്ത് അവർക്ക് കുമിഞ്ഞുകൂടി അല്ലാഹു കൊടുക്കുമാറാവട്ടെ. അവർക്ക് അതിനുള്ള മനസ്സല്ല കൊടുക്കുമാറാവട്ടെ. പരലോകത്ത് ഇതിൻ്റെ ഒരു തണലിൽ അവർ സുഖിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമാറാവട്ടെ. സ്വീകരിക്കുമാറാവട്ടെ അവരിൽ നിന്ന്. നമ്മൾ സഹോദരങ്ങൾ, ചെറിയ കാര്യമല്ല സ്വതക്ക എന്നുള്ളത്. ഒരുപാട് വിഷയത്തിൽ പറയാനുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ പറയാം. അല്ലാഹ് ചോദിക്കുകയാണ്, മനസ്സിൽ കൊത്തി വെച്ചോളേ. നമ്മൾക്ക് ചിലപ്പോൾ പറയും ഒരു ഔദാര്യം പോലെ ഇങ്ങനെ കാണും. നമ്മളിങ്ങനെ ഒരു അവസരം വന്നു, ഒരു പള്ളിയുടെ കാര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു സെൻറ്ററിൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ കുട്ടികളുടെ ഈദ് കസ് ഉണ്ട്, അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ് ഉണ്ട്, എന്തെങ്കിലും സംഭാവന തരണം. അതല്ല, നമ്മളൊരു ഇതില്ലേ, ഔദാര്യമല്ലത്. അള്ളാഹിൻ്റെ വാക്ക് കേട്ടോളൂ നിങ്ങൾ. മൻസല്ലദീ യുക്രിമുല്ലാഹ ഖറദൻ ഹസനാ ഫയുളാഇഫുഹു ലഹു അദ്ഗാഫ കസീറാ വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. ഈ ആയത്ത് എന്തായാലും അവിടെ ഓതിയത് അടിവരേണ്ട ആയത്താണ്. നമ്മൾ അടിവരേണ്ട ആയത്ത്. ഇടയ്ക്ക് ഖുർആൻ എടുത്ത് ഓതുമ്പോൾ ബക്രയില, എവിടെയും പോകേണ്ട സുഹൃത്ത് ബക്രയിലുള്ളത്. അല്ലാഹ് ചോദിക്കുകയാണ്, അള്ളാഹുവിന് ഉത്തമമായ കടം നൽകാൻ ആരുണ്ട് എന്ന്. അപ്പോൾ അള്ളാഹ് പൈസ ഇല്ലാണ്ടിരിക്കേ? അള്ളാഹ്ക്ക് എന്തിനാ പൈസ? അള്ളാഹിന് തന്നെ ഖജനാവ്. അള്ളാഹ് ചോദിക്കണേ, എനിക്ക് ഉത്തമമായ കടം നൽകാൻ ആരുണ്ട് എന്നുള്ളത്. നമ്മൾ ചിന്തിക്കുക, പടത്തോർക്ക് എന്തിനാ പൈസ കടം കൊടുക്കും? എന്താ അള്ളാഹ് പറഞ്ഞത്? അള്ളാഹിൻ്റെ ചിഹ്നങ്ങളുണ്ട്, അതിനെ പരിഗണിച്ചാൽ മതി. പള്ളികൾ, മദ്രസകൾ, ഇതുപോലുള്ള വിജ്ഞാന സദസ്സുകൾ, പഠിക്കുന്ന കുട്ടികൾ, പാവപ്പെട്ട കുട്ടികളുടെ വസ്ത്രങ്ങൾ, ഈദ് സുബയുടെ സൗകര്യങ്ങൾ, സകാത്തുകൾ, എന്തെല്ലാം സംവിധാനത്തിൽ നമുക്ക് ഇൻവോൾവ് ആകാൻ കഴിയും. ഈ ഒറ്റ ആയത്ത് മാത്രം, കൂടുതലൊന്നും എടുക്കണ്ട. അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കാൻ ആരുണ്ട്? അള്ളാഹ് നിർത്തിയില്ല. എന്താ പറഞ്ഞതെന്നറിയോ? എങ്കിൽ അള്ളാഹു അത് ആ കൊടുത്തവനെ അനേകം ഇരട്ടികളായി തിരിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 10 കൊടുത്ത ചിലപ്പോൾ അല്ല 100 ഇങ്ങോട്ട് തരും. 100 കൊടുത്താലോ? അപ്പൊ 1000 കൊടുത്താലോ? അല്ലെ, ഇന്നലെ സ്ത്രീകളുടെ അവിടുന്ന് അവലോകനം ചെയ്തപ്പോൾ ഇന്ന് രാവിലെ സുബഹി കണ്ട് ചോദിച്ചപ്പോൾ കുട്ടി പിരിച്ച ആൾക്കാർ പറയാ, സഹോദരിമാർ 5000 രൂപ എടുത്ത് ഗൂഗിൾ പേ ഇട്ടിക്കണമെന്ന് പറഞ്ഞു. ഒരു സ്ത്രീയുടെ അക്കൗണ്ടിൽ നിന്ന് 1-2 സ്ത്രീകൾ
അൽഹംദുലില്ലാ, അല്ലാഹ് സ്വീകരിക്കുമാറാവട്ടെ. അകമഴിഞ്ഞ് ചെയ്യ, നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ദാനം കൊടുത്തിട്ട് ഒരാളും പട്ടിണി പാവങ്ങളായിട്ടില്ല. നമ്മൾ അത് മനസ്സിലാക്കണം. ഒരാളും ദരിദ്രനായിട്ടില്ല ദാനം ചെയ്തിട്ട്. മനസ്സിലാക്കാം നമ്മൾ. ആ വിഷയം അവിടെ അവസാനിപ്പിക്കണം. അത് മനസ്സിൽ നമ്മൾ കൊത്തിവെക്കുക. ഇനി ഞാൻ മരിക്കണ വരെ ആഴ്ചയിൽ ജുമാക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ എൻ്റെ ശമ്പളം കിട്ടുമ്പോൾ അള്ളാഹ്ക്ക് കടം കൊടുക്കാൻ ഞാൻ റെഡിയാണ്. ആ സ്വതക്കയുടെ തണലിൽ സഹോദരങ്ങളെ നമ്മളുണ്ടാവും. അള്ളാഹ് ആ നിലക്ക് നമ്മൾ ഉയർത്തട്ടെ. മറ്റൊന്നാണ് വിജ്ഞാനത്തിൻ്റെ സദസ്സ് എന്നുള്ളത്. റമദാനിന് ശേഷവും ഇതുപോലുള്ള സദസ്സുകൾ ഇവിടെ സംഘടിപ്പിക്കും. അതിലൊക്കെ നമ്മുടെ ഒരു സാന്നിധ്യം ഉണ്ടാവണം. അതാ പറഞ്ഞു വരുന്നത്. ഇതുപോലുള്ള ക്ലാസ്സുകൾ വരുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ സാന്നിധ്യം അതിൽ ഉറപ്പിക്കണം. മുമ്പ് കഴിഞ്ഞ് ഇനി അതും കഴിഞ്ഞ് അതല്ല, ഈ റമദാനിൽ നേടിയ തഖ്വയിൽ തുടർച്ചയായിട്ടുണ്ടാവേണ്ടത് ഇതുപോലുള്ള വിജ്ഞാന സദസ്സുകളിൽ നമ്മളും നമ്മുടെ കുടുംബവും ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ വന്ന പാട് ഇവിടെ യുവാക്കളെ കാണാനില്ല, നമ്മുടെ കുട്ടികളെ കാണാനില്ല എന്ന്. ചെറിയ പെൺകുട്ടികൾ ഈ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഉമ്മമാരെ ഗൗരവത്തിൽ നിങ്ങൾ സൂക്ഷിച്ചോളി. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൃത്യമായി ദീന് കൊടുത്തിട്ടില്ല എങ്കിൽ അവരൊരു വര വരച്ചേക്കോളെ നമ്മൾ പോണ്ടി വരും. ഞാൻ വെറുതെ പറയല്ല, അനുഭവങ്ങൾ ഒരുപാടുണ്ട് പറയാൻ, സമയം തീരെയില്ല. നമ്മള് വരച്ച വരയിലൂടെ നമ്മുടെ മക്കൾ വരില്ല, അവര് വരച്ച വരയിലൂടെ നമ്മൾ പോവേണ്ടി വരും. നമ്മൾ മാത്രം ക്ലാസ് കേട്ട് ഇങ്ങനെ നന്നാണ്ടല്ലോ. മോളോട് നിസ്കരിക്കും, നിങ്ങൾ പോയി നിസ്കരിക്കും, നിങ്ങൾ വാണി നിസ്കരിച്ചോളി എന്നാ പറയാ അവര്. എന്നിട്ടോ ഇന്നത്തെ ഭീഷണി എന്താ? മുൻപേ കയറെടുത്ത് തൂങ്ങും. പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്താ നേരം വഴുകി എൻ്റെ തന്തിയും ചോദിച്ചാൽ അപ്പം പോയി ചാവുണ്ടുള്ളൂ. അമ്മ ബേജാറോ ഒന്നുമില്ല, എപ്പോഴോ വാ, തുറന്നു കൊടുക്കുക വാതിൽ. ഉമ്മയെ അനുസരിക്കാൻ പഠിപ്പിക്കണം. എവിടെ പഠിപ്പിക്കുക? വീട്ടിൽ നിന്ന് വടിയെടുത്ത് പറഞ്ഞാൽ അവർ പഠിക്കൂല. ഈ സദസ്സിൽ കൊണ്ടിരുത്തണം. ഇവിടെ മലക്കുകളുടെ അവരുടെ പ്രാർത്ഥനയുണ്ട്, ഈമാൻ വർദ്ധിക്കുന്ന സദസ്സുകളാണ്. നമ്മുടെ മക്കൾ ഈ കൂട്ടത്തിലുണ്ടായിരിക്കണം. ഇവിടെ സിയാറുകളുണ്ട്. നമ്മൾ സംഘാടകരായിട്ട് നടന്നിരിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ ഉറപ്പുവരുത്തുക. എൻ്റെ കൂട്ടന് അന്ന് എന്തുണ്ടെങ്കിലും അതിൽ കൊണ്ടിരുത്തുക. ഇവിടെ മദ്രസകൾ ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്നു. മതം പഠിപ്പിക്കുന്ന സദസ്സിൽ നമ്മുടെ കുട്ടികൾ നമ്മൾ ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിലോ നിരീശ്വരവാദം, 1 ഭീഷണി, 2 സ്വവർഗ അനുരാഗം, 3 മയക്കുമരുന്നിൻ്റെ വല. ഈ 3 സാധനം ഉണ്ടല്ലോ, ഇതിന്റെ വിത്ത് ഇവിടെ കിടക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഈ 3 ദുശ്ചെയ്തികളുടെയും വിത്ത് ഇവിടെ അവന്റെ ആളുകൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടില്ല, പക്ഷെ വിത്ത് ഇവിടെ വളരാൻ തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലായി. ലക്ഷണങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ പ്രതിരോധിക്കേണ്ടതിനെ വേണ്ട പറയുന്നുണ്ട്. പക്ഷെ ആ സാധനം ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്, നമ്മൾക്കിടയിൽ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഫലങ്ങൾ, കായ്കനികൾ തിന്നാൻ പോണ ആരെന്നറിയോ? നമ്മുടെ മക്കളാ. അത് തിന്ന പിന്നെ അതിലായി അവര്. അള്ളാഹ് കാത്തിരക്ഷിക്കണം നമ്മുടെ മക്കളെല്ലാവരെയും. സൂക്ഷിക്കുക, ഗൗരവത്തിൽ സൂക്ഷിക്കുക. നിരീശ്വരവാദത്തിൻ്റെയും സ്വവർഗാനുരാഗത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ ലഹരിയിലൊക്കെ പെട്ട് നമ്മുടെ മക്കള് വലഞ്ഞു വന്നാൽ എന്താവസ്ഥ? നമ്മുടെ മക്കളെ കൊണ്ട് അഭിമാനം കൊള്ളുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അതേ കണക്ക് അല്ല, അതിനപ്പുറത്തെ കണക്കാണ് മക്കളെ കൊണ്ട് അപമാനപ്പെടുന്ന രക്ഷിതാക്കൾ. അതില്ലാതിരിക്കാൻ വിജ്ഞാന സദസ്സുകളിൽ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ മക്കൾ വരണം. അത് വന്നില്ലെങ്കിൽ ദുരന്തങ്ങൾ ഒരുപാടുണ്ടാവും. ഇനി ഒരു ഹദീസ് കൂടെ പറഞ്ഞ വിഷയം അവസാനിപ്പിക്കാം. നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് മതം പഠിക്കൽ. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. എന്താ ഗുണമെന്നറിയോ? സഹലല്ലാഹു തുരീകൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി ഇങ്ങനെ എളുപ്പാവും. എവിടെ? ദീനീ സദസ്സിൽ വന്നിരുന്ന് മതം പഠിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാവും. ഒട്ടനവധി ഹദീസുകളുണ്ട്, 5-6 ഹദീസ് ഞാൻ നോക്കിയിട്ടുണ്ട്. അതിലേക്കൊന്നും പോണില്ല. അവസാനിപ്പിക്കുക ആവശ്യം. മറ്റൊന്ന് ദിക്റുകൾ ചൊല്ലുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ദിക്റുകൾക്ക് നമ്മൾ
നല്ല സമയം ചെലവഴിക്കണം. മുമ്പിന് നമ്മൾ കാണും അല്ലേ? ഇനി ഞാൻ പറയും, ഇപ്പോൾ ഈ കാര്യം ഉമ്മമാരൊന്ന് ഇങ്ങനെ കൈവച്ച് ചിന്തിക്കുക. രാവിലെയും വൈകുന്നേരമാണല്ലോ ദിക്ർ എല്ലാം അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിരിക്കുന്നു, സുബഹിന് ശേഷവും അസറിന് ശേഷവും. ഈ റമദാനായിട്ട് എത്ര പേർക്ക് അത് ചൊല്ലാൻ സാധിച്ചിട്ടുണ്ട്? നമുക്ക് ഇതൊരു പ്രാർത്ഥന അറിയാം, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല. ഏതാണ് പ്രാർത്ഥന? അല്ല, അതൊന്ന് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖതനി. ഇസ്തിഗ്ഫാറിൻ്റെ നേതാവ്. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ റമദാനിൻ്റെ വലിപ്പൊക്കെ പറയുന്ന ആളുകളില്ലേ, ഞാനും നിങ്ങളും. ചൊല്ലാൻ നമ്മളൊന്ന് ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്, വേറൊന്നും വേണ്ട. അസറിന് ശേഷം നിങ്ങൾ തിരക്ക് പിടിച്ചിട്ടുണ്ട്. എന്തിന്? പത്തിരി പരത്താൻ, ഇറച്ചിക്കറി ഉണ്ടാക്കാൻ, പള്ളിയിൽ നോമ്പുതർ വിഭവങ്ങൾ തയ്യാറാക്കാൻ പുരുഷന്മാർ പാഞ്ഞടുത്തിട്ടുണ്ട്. പക്ഷേ അവനവൻ്റെ ഖബറിലേക്ക് എത്തുന്ന സൽക്കർമ്മങ്ങളിൽ നമ്മൾ തിരക്ക് പിടിച്ചിട്ടുണ്ടോ? നമ്മൾ തിരക്ക് പിടിച്ചിട്ടുണ്ടോ സഹോദരിമാരെ? ഇതിങ്ങനെ പരത്തുമ്പോഴും മനസ്സിൽ ചൊല്ലാലോ, അതാ ഞാൻ പറഞ്ഞു വരുന്നത് അല്ലേ? അതിനി സെപ്പറേറ്റ് ഒരു ഭാഗത്ത് മൂലക്ക് വരുന്നു, അങ്ങോട്ട് പോ, എന്താണ് ദിക്റല്ലേ ഞാൻ മാറി? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ചൊല്ല അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖതനി വ അന അബ്ദു. ചൊല്ല യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ്. നിങ്ങൾ അടുക്കള പണിയിൽ വ്യാപൃതരാകുമ്പോൾ നിങ്ങളുടെ പരലോകം നിങ്ങൾക്ക് സുരക്ഷിതമാക്കാൻ കഴിയണം. നിങ്ങൾ ഭർത്താവിൻ്റെയും മക്കളുടെയും വയറ് നിറക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ആളുകളാണ് ഉമ്മമാരെ. പക്ഷേ നിങ്ങൾക്കും പരലോകത്ത് പോകേണ്ട ആളുകളാണ്. നിങ്ങളും അവിടെ വിചാരണ നേരിടേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ പണികളിലും നാവിനെ അല്ലാഹുവിൻ്റെ ദിക്ർ കൊണ്ട് നനക്കാൻ നമ്മൾ ഒന്ന് മനസ്സ് കാണണം. എന്താ അവരുടെ ക്വാളിറ്റി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മുഫരിദുകൾ സ്വർഗത്തിലേക്ക് മുൻകടന്നു കഴിഞ്ഞു. എവിടെയല്ല പറഞ്ഞ നോക്കണേ, നിങ്ങൾ ഹദീസ് നോക്കണേ. മുഫരിദുകൾ ശരിക്കും അത് പറയുമ്പോൾ രോമം എഴുന്നേൽക്കുക. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. മുഫരിദുകൾ സ്വർഗത്തിലേക്ക് മുൻകടന്നു കഴിഞ്ഞു. സ്വഹാബാക്കൾ ചോദിച്ചു, അല്ല പ്രവാചകരെ, ആരെ ചോദിക്കണമെന്നറിയോ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പറഞ്ഞവർ ബേജാറായി. ഞങ്ങളെക്കാളും വേറെ ടീം പോയോ? നമുക്ക് ആ ചിന്ത വന്നു. എത്ര നേരമായിട്ട് ഞാൻ പറഞ്ഞിട്ട് വന്നിട്ടില്ല. വരണം, ഇത് വരണം. അതിനാ പറഞ്ഞേ. ചോദിച്ചു, നബിയേ ആരാണവര്? പറഞ്ഞു, അവര് ധാരാളമായി ദിക്ർ ചെല്ലുന്ന സഹോദരൻ, ആണും പെണ്ണും. അല്ലാഹുവിനെ ഒരുപാട് സുബ്ഹാനല്ലാഹി വബിഹംദി 100 തവണ രാവിലെയും വൈകുന്നേരം. പുരുഷന്മാരെ, വണ്ടിയിൽ പോകുമ്പോൾ എത്ര സമയം നമ്മൾ നാട്ടുകാരെ കണ്ട് ഇങ്ങനെ നാട്ടിലത്തെ കോലം കൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പോകാറുണ്ട്. ഇങ്ങനെ ഈ നാവൊന്ന് ചലിച്ചിട്ട് ഇങ്ങനെ പോയിക്കൂടെ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർള് വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. 3 തവണ സുബഹ് കഴിഞ്ഞ് ചൊല്ലിയാൽ, 3 തവണ അസർ കഴിഞ്ഞ് ചൊല്ലിയാൽ അന്നത്തെ രാവും പകലും നമുക്ക് പെട്ടെന്നൊരു അപകടം ഉണ്ടാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പവർ എനിക്ക് മനസ്സിലായി. അദ്വാന്റെ ദിക്റിന്റെ ഒരു നയ പൈസക്ക് ചെലവില്ല, 1 മിനിറ്റ് തികച്ചു വേണ്ട 3 തവണ ചൊല്ലാൻ. നമുക്കത് ചൊല്ലാനുള്ള സമയമില്ല. അതാ പറഞ്ഞത്. അതാണ് മുഫരിദുകൾ മുൻകടന്നു. ഇത് ചൊല്ലിയവരാണെന്ന്. ഇത് ചൊല്ലിയ സഹോദരങ്ങളെ പഠിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ആളാണ്. ഇവിടെ അതിനുള്ള സംവിധാനമൊക്കെ ഒരുക്കണം എന്ന് ഞാൻ പറഞ്ഞു. ചെറിയ ചെറിയ ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സെൻറ്റർ ഉണ്ടല്ലോ, ഞാൻ ലാസ്റ്റ് പറയാം ഇൻഷാ അല്ലാഹ്. നമുക്ക് ആ ബുക്കുകൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് നമ്മൾ ചോദിച്ചു, ചെറിയ ബുക്കുണ്ട്, സിക്കറുണ്ട്. അത് ഒന്ന് ഒരാഴ്ച ഇങ്ങനെ തുറന്ന് ഇങ്ങനെ നോക്കിയാലേ പഠിക്കാൻ പറ്റും. പിന്നെ കാണാതെ ഇങ്ങോട്ട് ചൊല്ലാം. പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല, കാണാതെ ഇങ്ങോട്ട് ചൊല്ലണം. ഇബ്നു ഖയ്യിം പറയുകയാണ് റഹിമഹുല്ലാഹ്, സത്യവിശ്വാസിയുടെ മനസ്സിന് ഇടക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഭയങ്കര ഒരു എന്തോ ഒരു വല്ല മനസ്സൊക്കെ ഒരു കുട്ടികളൊക്കെ പോയി വീട്ടിലിങ്ങനെ ഒറ്റക്ക് അടുക്കളയിൽ
കുറേ അടിച്ചു കോരി, കുറേ തിരുമ്പി, കുറേ ഉണക്കാട്ട്, വാഷിംഗ് മെഷീനിലിട്ട്, കുറേ പുറത്തിട്ട്, എന്ത് അല്ലേ? അവിടെ പറയുകയാണ്, ആ ഒരു ഒറ്റപ്പെടൽ അള്ളാഹിനെ കുറിച്ച് സ്മരിക്കുമ്പോൾ ആ സമയത്ത് ചൊല്ലാന്ന് ഞാൻ പറഞ്ഞത്. സത്യം പറയട്ടെ, നിങ്ങളുടെ കാര്യം അറിയുമ്പോൾ അസൂയ വരിക. നിങ്ങളെപ്പോലെ ഇതിനൊന്നും സമയം കിട്ടുന്ന ഒരു ടീമല്ല ഞങ്ങൾ പുരുഷന്മാർ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഈ 2 വാതിലില്ലേ, വീട്ടിലെ ഫ്രണ്ടും ബാക്കും, അതിനുള്ളിൽ നിങ്ങളിങ്ങനെ കടന്നിങ്ങനെ കുറേ ചെയ്യണം എന്തൊക്കെയോ. ആ വാതിൽ കൊടുക്കറി, ഈ വാതിൽ കുറങ്ങി, ഈ വാതിൽ കൊടുക്കറി, ആ വാതിൽ ഇറങ്ങി, എങ്ങനെയൊക്കെയാണ് രാത്രിയാക്കി വൈകുന്നേരമാക്കി. കുറേ അലക്കി, കുറേ പാത്രം കഴുകി, കുറേ തിന്നാണ്ടാക്കി, കുറേ തിന്ന്, കുറേ മൊബൈലിൽ എന്തു നന്മ അന്ന് ചെയ്തു ചോദിച്ചാൽ അസ്തഗ്ഫിറുല്ലാഹ്, അത് മറന്ന് അത് ചിന്തിക്കുക. അതല്ല, നമ്മുടെ നാവുകൾ കൊണ്ട് നേടാൻ ഒരുപാടുണ്ട് സഹോദരൻ. അതിലേക്ക് വീണ്ടും ചുരുക്കുകയാണ്. ഒരുപാട് പറയാനുണ്ട് ആ വിഷയത്തിൽ. ഇനി നോക്ക്, നിങ്ങൾ ഇതിൻ്റെ അവസാനത്തിലേക്ക് വരികയാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രം എണ്ണി പറഞ്ഞു. ഇനിയും കുറേ പറയാനുണ്ട്, പക്ഷെ ഞാൻ ഇത്ര സമയമാണെന്ന് വിചാരിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നിങ്ങൾ പോയി മറിച്ച് നോക്കണം. സൂറത്തു തൗബയിൽ 24-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു, കുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുക്കും ഇഖ്തറ, അങ്ങനെ തുടങ്ങുന്ന ഒരു ആയത്ത്. ഒരു അല്പം നീളമുള്ള ആയത്താണ്, സമയമില്ലാത്തതുകൊണ്ട് അർത്ഥം മാത്രം പറഞ്ഞു തരാം. 8 കാര്യങ്ങളല്ല ആയത്തിൽ എണ്ണിയിട്ടുണ്ട്. ശരിക്കും കണക്ക് പഠിപ്പിക്കണം. 8 കാര്യങ്ങളല്ല ഇങ്ങനെ എണ്ണി, ശേഷം ഒരു 3 എണ്ണി. എന്നിട്ടെന്താ പറഞ്ഞറിയോ? നബിയെ പറയുക, കുൽ ഇൻ കാന ആബാഉക്കും, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ പുത്രന്മാർ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, ഭാര്യയും ഭർത്താവും, ഭർത്താവും ഭാര്യയും ഒക്കെ, അതേപോലെ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ, നിങ്ങൾ നഷ്ടപ്പെടുമെന്ന് പറയുന്ന നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കച്ചവടം, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ. 8ാമത്തെ കാര്യമായി പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹ് പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹുവേക്കാളും അവൻ്റെ ദൂതനേക്കാളും അവൻ്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും പ്രിയപ്പെട്ടതായാൽ അല്ലാഹു അവൻ്റെ കൽപ്പന കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ കാത്തിരുന്നോളീന്ന്. ഞാൻ ഇത്ര നേരം എടുത്ത ക്ലാസ്സിൻ്റെ ഒരു ചുരുക്കമായി ആയത്തിൽ പറയണത്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഭർത്താവ് ഭാര്യ, നമ്മുടെ വീട്, നമ്മുടെ കച്ചവടം, നമ്മുടെ സ്വത്ത്, നമ്മുടെ കുടുംബ ബന്ധം എല്ലാം, ഇതൊക്കെ അള്ളാഹുവും അവൻ്റെ റസൂലും അവൻ്റെ പാതയുള്ള ആ ധർമ്മസമരവും ഈ കാര്യങ്ങൾക്ക് തടസ്സമായാൽ, അതാണ് അള്ളാഹ് പറഞ്ഞത്, അള്ളാഹുവും അവൻ്റെ റസൂലും അവൻ്റെ ധർമ്മസമരത്തിലുള്ള ആ പാതയിലുള്ള നമ്മുടെ പണി എന്ന് വെച്ചാൽ നിസ്കാരം, നോമ്പ്, ഖുർആനോത്ത്, ഇതുപോലുള്ള എല്ലാ സൽക്കർമ്മങ്ങളും, ഇതിനൊക്കെ ഈ പറഞ്ഞ 8 കാര്യങ്ങൾ തടസ്സമായാൽ നിങ്ങൾ കാത്തിരുന്നോളയും അള്ളാഹുവിൻ്റെ തീരുമാനത്തിനായിട്ട്. ഖുർആനാ പറയണത്. ഖുർആൻ വേറെ മനസ്സിലായിട്ടാണ് വിചാരിക്കണത്. നമ്മൾ പറയില്ലേ, കുട്ടിയുണ്ട് ഇപ്പം എങ്ങനെ വരിക, ഭർത്താവ് എന്താ വിചാരിക്കുക, ഭാര്യ പറയേ ക്ലാസ്സിന് വിളിച്ച, അതുപോലെ എനിക്ക് ജോലിയുണ്ട് വരാൻ പറ്റില്ല, എനിക്ക് പണിയുണ്ട് എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല, എൻ്റെ ബിസിനസ് ഞാൻ ഇന്ന് വന്ന എനിക്കിന്ന് ഒരു ടേൺ ഓവർ പൂർത്തിയാക്കണം, കഴിയില്ല, നിസ്കാര സമയമായി, അപ്പോൾ പോയാൽ ശരിയാവില്ല, അടുത്ത കസ്റ്റമർ വരാൻ നിൽക്കുകയാണ്, കുറച്ച് നിസ്കരിക്കും. ഇത് പറഞ്ഞു അള്ളാഹുവും അവൻ്റെ റസൂലും അവൻ്റെ പാതയുള്ള ധർമ്മസമരവും. ഈ 3 കാര്യങ്ങൾ, ഈ 8 കാര്യങ്ങളെ തൊട്ട് നമ്മളെ തടഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനമായി. ഇനിയോ ഈ 8ന് മുകളിൽ ഈ 3 കാര്യങ്ങൾ വന്നാലോ എന്ന് വെച്ചാൽ അള്ളാഹു കഴിഞ്ഞ്, റസൂലുള്ളാഹി കഴിഞ്ഞ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ്റെ പാതയിലുള്ള ധർമ്മസമരം, ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ ജോലി, എൻ്റെ സമ്പത്ത് എല്ലാതും, അതാണ് ഖൈർ, അതാണ് ഖൈർ, നന്മ. ആരാ സത്യവിശ്വാസികൾ? അവരുടെ ക്വാളിറ്റി എന്താ പറയണെന്നറിയോ? വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ആരാണ് സത്യവിശ്വാസികൾ എന്നറിയോ? സഹോദരങ്ങളെ,
ഇവിടെ അങ്ങനെ കൈവച്ചിട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആലോചിച്ചോ. അവരെ അള്ളാഹ് പറയേ അള്ളാഹുവിനോട് അതിശക്തമായ സ്നേഹമുള്ളവരാണെന്ന് പറഞ്ഞത്. അള്ളാഹിനോട് അതിശക്ത. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ പറയും എൻ്റെ വീട്, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ കുട്ടി, എൻ്റെ കാറ്, എൻ്റെ ബൈക്ക്, എൻ്റെ 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 എല്ലാം എൻ്റെ റബ്ബെന്ന് പറയാൻ, എൻ്റെ റബ്ബെന്ന് പറയാൻ നമ്മുടെ മനസ്സെന്തെങ്കിലും പാകപ്പെട്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? എൻ്റെ റബ്ബേ, എൻ്റെ റബ്ബ്, റബ്ബീ, എൻ്റെ റബ്ബേ, എൻ്റെ റബ്ബ്. ഞാൻ വീണ്ടും പറയാം, എൻ്റെ റബ്ബ്. ആ തലത്തേക്ക് നമ്മൾ എത്തണം. അതിനാ നമ്മുടെ ഈ റമദാൻ, ഈ നോമ്പതിനാണ്. ഇതിൽ നിന്നുള്ള തഖ്വ നേടേണ്ടത് എൻ്റെ റബ്ബേ, അതിലേക്ക് എത്താനാണ്. വിശ്വാസികളെ, നമുക്കറിയാം ഒരു മരണം അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് അവസാനമില്ല. റമദാൻ തീരുന്നതോടുകൂടെ അവസാനമില്ല, മരിക്കണത് വരെ. അതാണ് എപ്പോഴാണ് അവസാനിക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ? മരിച്ച് പിരിയുന്നത് വരെ, മലക്കുൽ മൗത്തിനെ കാണുന്നത് വരെ നമ്മൾ സൽക്കർമ്മങ്ങളിൽ തുടരണം, മുന്നോട്ടു പോവണം. ആരാണ് സത്യവിശ്വാസി? ഹദീസിൽ കാണാം, സ്വഹാബി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസി മരണപ്പെടുക വിശ്രമമില്ലാതെ നെറ്റിത്തടം ഉയർത്തുകൊണ്ടാണ്. അങ്ങാടിയിൽ അധ്വാനിച്ചിട്ടല്ല, റോഡിലൂടെ നടന്നിട്ടല്ല, മറിച്ച് അല്ലാഹുവിന്റെ പാതയിൽ അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ നടന്ന ആളുകൾ. നിങ്ങൾക്കറിയോ, മുൻഗാമികള് അവര് സ്വർഗം ആഗ്രഹിച്ച ആളുകളാണ്. നമ്മളും ആഗ്രഹിക്കണം അതന്നെയല്ലേ? അവസാനിപ്പിക്കുകയാണ്, കട്ട് ചെയ്തു. അവര് സ്വർഗം ആഗ്രഹിച്ച ആളുകളാണ്. രണ്ട് ചരിത്രം ഞാൻ പറയാം. ഒന്ന്, ഉഹുദിന്റെ തലേന്ന് രാത്രി. ശരിക്കും ചിന്തിക്കണം. ഈ രണ്ട് ചരിത്രം നമ്മുടെ മനസ്സിനെ മാറ്റിക്കുറിക്കണം. അല്പസമയം കൂടിയാലും നിങ്ങൾക്ക് നഷ്ടാവൂല. ഞാൻ പറയണത് നിങ്ങൾക്ക് നഷ്ടാവൂല. ആലോചിച്ച് നോക്കിക്കോളി. രണ്ട് ചരിത്ര. ഉഹുദിന്റെ തലേന്ന് രണ്ട് സ്വഹാബികൾ മാറിയിരുന്നു. ഒന്ന് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു, രണ്ട് സഅദ് റളിയല്ലാഹു അൻഹു. വിളിച്ചു, സഅദേ, സഅദേ. അബ്ദുല്ലാഹ് റളിയല്ലാഹു വിളിക്കുന്നു, നാളെ ഉഹുദിന്റെ രണഭൂമി അംഗത്തിനായി ഒരുങ്ങുകയാണ്. നമുക്ക് ഈ രാത്രിയിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന നമ്മുടെ റബ്ബിനോട് ഒന്ന് ദുആ ചെയ്താലോ സഅദേ? അത് കേട്ട് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു സഹോദരൻ പറയുന്നു, ശരിയാണ് അബ്ദുല്ലാ, നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം സഅദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുവേ, നാളത്തെ പകലിൽ ഇസ്ലാമിന്റെ ശത്രുക്കളെ സഅദിന്റെ കൈകൾ കൊണ്ട് അരിഞ്ഞു വീഴ്ത്താൻ നീ എന്നെ സഹായിക്കണേ അല്ലാ. ഏറ്റവും വലിയ ശത്രുവിനെ സഅദിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരണേ അല്ലാ. സഅദിന് അവരെ വധിക്കാനുള്ള തൗഫീഖ് നൽകല്ല. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആമീൻ എന്ന് പറഞ്ഞു. അടുത്ത കൂടം അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെയാണ്. സഹോദരങ്ങളെ, ചിന്തിച്ചോളി ആ പ്രാർത്ഥന. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥന തുടങ്ങുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, നാളെ ഉഹുദിന്റെ രണഭൂമിയിൽ ശത്രുക്കൾ അബ്ദുള്ളയുടെ ഇരുകരങ്ങളും വെട്ടിമാറ്റണയല്ല, ഇരുകാലുകളും വെട്ടിമാറ്റണയല്ല, ഇരുകാതുകളും അരിഞ്ഞു കളയണയല്ല, ഇരു കണ്ണുകളും ചൂഴ്ന്നെടുത്ത് കളയണയല്ല. എന്നിട്ട് നിന്റെ അടുക്കൽ വരാൻ എനിക്ക് ഭാഗ്യം നൽകണമല്ല. അവിടെ വന്ന് റബ്ബേ, നീ എന്നോട് ചോദിക്കണമല്ല, അബ്ദുല്ലാ, നിന്റെ കൈകൾ എവിടെ അബ്ദുല്ലാ, നിന്റെ കാലുകൾ എവിടെ അബ്ദുല്ലാ,
നിന്റെ കണ്ണുകൾ എവിടെ അബ്ദുള്ള, നിന്റെ ചെവികൾ എവിടെ അബ്ദുള്ള എന്ന് അല്ലാഹുവേ നീ എന്നോട് ചോദിക്കണം റബ്ബേ. ആ സമയത്ത് റബ്ബേ എനിക്ക് നിന്നോട് ഉത്തരം പറയാൻ സാധിക്കണമല്ലാ. എൻ്റെ ഇരു കൈകളും നിന്റെ മാർഗത്തിൽ ഞാനിതാ റബ്ബേ നിന്റെ മാർഗത്തിൽ ദാനം ചെയ്തു റബ്ബേ. നിന്റെ ദീനിന് വേണ്ടി എൻ്റെ ഇരു കൈകളും ഞാൻ നൽകിയിരിക്കുന്നു റബ്ബേ. എൻ്റെ ഇരു കാലുകളും റബ്ബേ നിന്റെ പാതയിൽ ഞാൻ അർപ്പിച്ചു റബ്ബേ. എൻ്റെ കണ്ണുകൾ റബ്ബേ നിന്റെ പാതയിൽ ഞാൻ ഉപയോഗപ്പെടുത്തി റബ്ബേ. എൻ്റെ ഇരു കാതുകളും നിന്റെ പാതയിൽ ഉൾപ്പെടുത്തി റബ്ബേ. സഅദ് റളിയല്ലാഹു അൻഹു ആമീൻ എന്ന് പറയുകയാണ്. പിറ്റേന്ന് ഉഹുദിന്റെ രണാങ്കണം കൊടുമ്പിരി കൊണ്ടു. യുദ്ധം അവസാനിച്ചു. കുറേ സ്വഹാബാക്കൾ ഷഹീദായി. കൂട്ടത്തിൽ നബിയും സ്വഹാബത്തും ജീവിച്ചിരിക്കുന്നവർ ഇങ്ങനെ നടക്ക്, ആരൊക്കെ അവിടെ കണ്ട് ഇങ്ങനെ നടക്ക്. സഅദ് റളിയല്ലാഹു അൻഹു അങ്ങ് വിദൂരത്ത് കരളലിയിക്കുന്നൊരു കാഴ്ച കണ്ടു. ഒരു കുന്തത്തിൽ ഒരു കുന്തം ഇങ്ങനെ നാട്ടിയിട്ട് രണ്ട് കൈകൾ മുറിച്ചു മാറ്റി അതിൽ കുത്തിവെച്ചിരിക്കുന്നു. രണ്ട് കാലുകൾ അതിൽ കോർത്തിട്ടിരിക്കുന്നു. രണ്ട് കണ്ണുകൾ അതിൽ കോർത്തിട്ടിരിക്കുന്നു. രണ്ട് ചെവികൾ അതിൽ കോർത്തിട്ടിരിക്കുന്നു. തലയറത്തതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നു. സഅദ് റളിയല്ലാഹു അൻഹു അതിനേക്ക് ഓടിച്ചെന്നു. ആ മഹാനായ സ്വഹാബി പറയാണ്, അബ്ദുല്ലാ, അബ്ദുല്ലാ, എത്ര നല്ല പ്രാർത്ഥനയായിരുന്നു അബ്ദുല്ലാ അങ്ങയുടേത്. എത്ര നല്ല പ്രാർത്ഥനയായിരുന്നു അങ്ങയുടേത്. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മൾ എന്ത് കൊടുത്തു അള്ളാഹുവിൻ്റെ പാതയിൽ? എന്ത് കൊടുത്തു? തീരുന്നില്ല. ചിന്തിക്കാൻ ഒരു ചരിത്രം കൂടെ ഞാൻ പറയാം. ഇതേ ഉഹുദിൻ്റെ മുമ്പൊരു യുദ്ധം നടന്നിട്ടുണ്ട്, ബദർ യുദ്ധം. ബാപ്പയും മകനും വീട്ടിൽ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. ഖൈസമ റളിയല്ലാഹു അൻഹും സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലെ കലബിലെ ശബ്ദം കേട്ടു. ബാപ്പ പറഞ്ഞു, മോനെ ഒന്ന് പോയി നോക്കടാ, അവിടെ എന്താ ശബ്ദം. ഖൈസമ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞേച്ചു. അദ്ദേഹം പോയിട്ട് തിരിച്ചു വന്നിട്ട് വീട്ടിൽ നിന്ന് പടയങ്ങയൊക്കെ എടുത്ത് തൊള്ളിലിടുക, വാളെടുത്ത് ഊരി. വാപ്പ ചോദിച്ചു, ഖൈസമ ചോദിച്ചു, എങ്ങടാ പോണ് സാധേ നീ? ഉപ്പ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പുറപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്, പോവുകയാണ്. മോനെ നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? നോക്കാനല്ലേ പറഞ്ഞു, പോവാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആ കുഴപ്പമില്ല, ഇപ്പം ഞാൻ പോവാ, ഞാൻ നോക്കി അവിടെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ്, ഞാൻ ഇറങ്ങാണ്. കൈ പിടിച്ചു. മോനെ നിന്നോട് ഞാൻ പറഞ്ഞത് പോവാനല്ല, നോക്കാനാ. നീ പോവരുത്, നീ ചെറുപ്പമാണ്. ബാപ്പ പോവാ, ബാപ്പക്ക് പ്രായമായി, നീ ഇവിടെ ഉമ്മയ്ക്കും സഹോദരികൾക്ക് നോക്കി ഇവിടെ ഇരിക്ക്. മോൻ പറഞ്ഞു, ബാപ്പ എന്തു വേണേലും പറഞ്ഞു, ഇത് എൻ്റെ പരലോകത്തിൻ്റെ കാര്യമാണ് ബാപ്പ, ഞാൻ വിടൂല, എനിക്ക് പോയേ പറ്റൂ. ബാപ്പ പറഞ്ഞു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു തർക്കം നടന്ന ചരിത്രത്തിൽ കാണാം. ഒടുവിൽ ഇസ്ലാമിലുള്ള പോലെ നറുക്കെടുപ്പ് നടക്കാൻ തീരുമാനിച്ചു. പേരെഴുതിയിട്ടു രണ്ടുപേരും. അതിൽ വന്നത് മോൻ്റെ പേരാ, സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരാണ്. ബാപ്പ ഒന്നും കൂടെ ചോദിച്ചു, മോനെ ഒന്നും ഇല്ല ബാപ്പ, ശരി എൻ്റെ മോൻ പോയിക്കോളൂ. ബാപ്പ പറഞ്ഞേക്ക്. ആ മകൻ നടന്നു നീങ്ങുന്ന കാഴ്ച നോക്കിക്കൊണ്ട് ആ ബാപ്പ ആകാശത്തെ കൈകൾ ഉയർത്തിയൊരു പ്രാർത്ഥന പറയുന്നുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, എൻ്റെ മോൻ സാദിനെ എനിക്കിനി കാണണ്ട റബ്ബേ, നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാനുള്ള ഭാഗ്യം നൽകണ റബ്ബേ എന്നുള്ളത്. നമുക്കും മക്കളില്ലേ? നമ്മൾ പറഞ്ഞേക്കോ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു ക്ലാസ് ഉണ്ട് ഒന്ന് വിടുക, കുട്ടിയെ നമ്മൾ പിടിച്ചു വെക്കുക ചെയ്യുക. എന്നിട്ടോ എന്താണ്ടായിന്നറിയോ? ഒരു ബാക്കി കൂടെ പറഞ്ഞുതരാം. ഉഹുദ് ബദർ കഴിഞ്ഞ് ഉഹുദ് തുടങ്ങി. ബാപ്പ നേരെ പോണ്, നബിയേ എൻ്റെ മോൻ എന്നെക്കാൾ മുമ്പ് പോയി സ്വർഗത്തിലേക്ക്, എനിക്കൊരവസരം തരണം ഉഹുദിൽ, എനിക്കൊരവസ്ഥ. ബാപ്പയായി ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ മോൻ സ്വർഗത്തിലെത്തി, എനിക്കൊരവസരം തരണം.
യുദ്ധത്തിൽ ബാപ്പയും പങ്കെടുക്കുന്നതാണ്. അതേ ഉഹദിൽ നമ്മൾ ആലോചിക്കണം. നുഅ്മാൻ ഇബ്നു ഖൗക്കൽ എന്ന കാലിന് മുടന്തുള്ളൊരു സ്വഹാബി, ഉഹദിലേക്ക് ആളുകൾ കൂട്ടുന്ന സമയത്ത് സ്വഹാബി വന്നിട്ട് ഇവിടെ ചുറ്റും ഇങ്ങനെ നടക്കുക, ഇങ്ങനെ നൊണ്ടി നടക്കുക. പാവം നബി പറഞ്ഞു, എന്ത് പറ്റി നുഅ്മാൻ? നബി, എനിക്ക് പങ്കെടുക്കണം. താങ്കൾക്ക് അല്ലാഹ് ഇളവ് നൽകിയിട്ടുണ്ട്, താങ്കൾക്ക് ഉദറുണ്ട്, സുഖമില്ലാത്ത ആളാ, പൊയ്ക്കോളൂ. നബി, വേണ്ട നബി, ഞാൻ പോണില്ല, എനിക്കിവിടെ മതി, എനിക്കിവിടെ വേണം. ചരിത്രത്തിൽ കാണാം, കൊച്ചു കുട്ടികൾ കരയുന്നത് പോലെ നുഅ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു. നബി സമ്മതിച്ചരി, നിന്റെ ഇഷ്ടം. നേരെ ഉഹദിലേക്ക് പോയി നൊണ്ടി ഒരു ചെറിയ കുഴിയെടുത്തു, പോയി നിന്ന സ്ഥലത്ത് തൻ്റെ മുടന്തുള്ള കാലത്തിലേക്ക് ഇറക്കി വെച്ച് നന്നായി മണ്ണിട്ട് ടൈറ്റാക്കി തൻ്റെ കൈകളിലുള്ള വാളിന് വരിഞ്ഞ് മുറുക്കി കെട്ടി തെറിച്ചു പോകാൻ, കാരണം തെറിച്ച് പോയി എടുക്കാൻ പറ്റില്ലല്ലോ, കാല് മണ്ണിലല്ലേ, തയ്യാറായി നിന്നു. എന്നിട്ട് എന്തുണ്ടായിന്നറിയോ? ആകാശത്തേക്ക് നോക്കിയൊരു ദുആ, അല്ലാഹുവേ ഇന്നിന്റെ സായാഹനം തീരുമ്പോൾ റബ്ബേ നിന്റെ അടുക്കലേക്ക് നുഅ്മാൻ എത്തും റബ്ബേ എന്നുള്ളത്. യുദ്ധം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്ന് എല്ലാവരെയും നോക്കി. നുഅ്മാൻ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ മരണപ്പെട്ടു. അത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെ വിളിച്ചു പറഞ്ഞു, ഇന്നി റഅയ്തുക ഫിൽ ജന്ന അൻ-നുഅ്മാൻ ഇബ്നു ഖൗക്കൽ. അല്ലയോ സ്വഹാബ, നുഅ്മാനെ ഞാൻ കണ്ടു കേട്ടോ സ്വർഗത്തിൽ. നുഅ്മാനെ ഞാൻ കണ്ടു സ്വർഗത്തിൽ. രണ്ട് സുന്ദരമായ കാലുകൾ കൊണ്ട് സുന്ദരമായ നടത്തം നടന്നു പോകുന്ന കാഴ്ച ഞാൻ കണ്ടു സ്വഹാബ. ഇനി നിങ്ങൾ ആലോചിക്കുക, ഞാൻ നിർത്തുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ആഗ്രഹിച്ചത് സ്വർഗമാണോ? അതല്ല, നശിച്ചു പോകുന്ന ആഗ്രഹങ്ങൾ മാത്രം ബാക്കിയാവുന്ന ഈ ദുനിയാവാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക, മനസ്സിരുത്തി ചിന്തിക്കുക. ഈ റമദാൻ മാറ്റങ്ങളുടേതാവട്ടെ, ഈ സെന്റർ അൽഹംദുലില്ലാഹ് ഇങ്ങനൊരു സൗകര്യം നമുക്ക് കിട്ടിയിട്ട്, ഇങ്ങനെയൊക്കെ അറിവ് നമുക്ക് നേടാൻ പറ്റിയിട്ട്, 4 ക്ലാസ്സുകളിലായി ഖുർആനിനെ പഠിച്ചു, നമ്മളെ ബദറിന്റെ ചരിത്രം നമ്മൾ പഠിച്ചു, മടക്കയാത്രക്ക് നമ്മൾ പഠിച്ചു, ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്ന് നമ്മൾ പഠിച്ചു. റമദാനിന് ശേഷം നിലനിർത്താനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അൽഹംദുലില്ലാഹ് ഈ സെന്റർ കൊണ്ട് എന്തുപകാരം, എത്ര നല്ല ഉപകാരം. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഇവിടെ സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സൗകര്യം നമ്മൾ നമ്മുടേതായിട്ട് കാണണം. ഈ സെൻറ്റർ സൗകര്യം നമ്മുടേതായിട്ട് കാണണം. ഇവിടെ നമസ്കാരങ്ങൾ നടക്കുന്നുണ്ട്, റമദാൻ കഴിഞ്ഞാലും ഉണ്ടാവും. നമ്മളതിൽ പങ്കെടുക്കണം. ഇവിടെ വിജ്ഞാന സദസ്സുകൾ വരും, നമ്മളതിൽ പങ്കെടുക്കണം. QHLS ഉണ്ടോ? നമ്മൾ പങ്കെടുക്കണം. ഖുർആൻ ഹദീസ് നമ്മുടെ മക്കളും കൂടെ പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ് മദ്രസ സംവിധാനം വരുന്നുണ്ട്, നമ്മളുണ്ടായിരിക്കണം. നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും സ്വർഗം വാങ്ങിത്തരാൻ അല്ലാഹുവാണ് ഈ മണ്ണിൽ ഈ സെൻറ്ററിനെ ഇവിടെ സ്ഥാപിച്ചത്. ഞാൻ വെറുതെ പറയല്ല, ഹദീസിൻ്റെ വെളിച്ചത്തിൽ പറയണം. ഇങ്ങനൊരു സൗകര്യം നമ്മുടെ മുന്നിൽ, നമ്മുടെ കൈക്കുമ്പിളിൽ, നമ്മുടെ കൺവെട്ടത്ത്, നമ്മുടെ മുറ്റത്ത് വന്ന് കിട്ടിയിട്ട് ഇതിനവഗണിച്ചാൽ നമ്മൾ നാളെ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ തന്നെ ആയിരിക്കും. നമുക്കൊരു ഉദുറും അള്ളാഹിനെ കൊണ്ട് പറയാൻ കഴിയുകയില്ല, ഒരു ഉദുറും പറയാൻ കഴിയില്ല. എന്തൊക്കെ ന്യായങ്ങൾ നമുക്കുണ്ടെങ്കിലും ഇതിവിടെ നിലനിൽക്കെ ഒന്നിനും ഒരു ഉദുറും പറയാൻ കഴിയില്ല. അള്ളാഹു ഇതിനൊരു വടവൃക്ഷമാക്കി വളർത്തട്ടെ. ഇതിന് നല്ലൊരു പുരോഗതിയിലേക്ക് ഇതിൻ്റെ സൗകര്യങ്ങൾ കൊണ്ടും ഇതിൽ നിന്നുള്ള ഖൈറുകൾ കൊണ്ടും ഇതിനല്ലാഹു ഉയർത്തുമാറാവട്ടെ. ഈ നാടിനും നാട്ടുകാർക്കും വഴിപോക്കർക്കും
വെളിച്ചം കിട്ടുന്ന അള്ളാഹുവിൻ്റെ സ്മരണകൾ അവരുടെ ഹൃദയത്തിലേക്ക് എത്തുന്ന ഒരു സംവിധാനമാക്കി ഈ സെൻറ്ററിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റട്ടെ. സഹോദരങ്ങളെ, ഇതിനെ നിങ്ങൾ സഹായിക്കണം, ഇതിനെ നിങ്ങൾ സഹായിക്കണം. പലരും ഇതിനെ സഹായിച്ചിട്ടുണ്ട്. ഇനി ഇത് നടന്നു പോവാനും ഇതിൻ്റെ വളർച്ചക്കും നിങ്ങളുടെയൊക്കെ ഒരു വിഹിതം വേണം, പറയാൻ പറ്റണം. പരലോകത്ത് റബ്ബേ, നിൻ്റെ പള്ളിയിൽ എൻ്റെ വിഹിതമുണ്ടായിരുന്നു. ഇന്നൽ മസാജിദ ലില്ലാഹ്, അല്ലാഹ് പറഞ്ഞതാണ്. പള്ളികൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ പെയിൻ്റ് അടിക്കും അല്ലേ, നമ്മുടെ വീട് നമ്മൾ ടൈൽസ് ഒട്ടും അല്ലേ, നമ്മുടെ വീട് മോഡിഫൈ ചെയ്യും നമ്മൾ. അള്ളാഹിൻ്റെ വീട്, അള്ളാഹിൻ്റെ വീടാണിത്. ഇവിടെ ആരാ ഇതൊക്കെ ചെയ്യുക? അള്ളാഹ് ആരെയും പറഞ്ഞേക്കോ? നിങ്ങൾ ആലോചിക്കുക. അള്ളാഹു ആരിലൊക്കെ പറഞ്ഞേക്കോ ഇതൊക്കെ വൃത്തിയാക്കാൻ, ഇത് നടത്തും? അല്ല, നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്യണം. ഇതിൻ്റെ തണലിൽ നമ്മുടെ കുടുംബവും നമ്മളും സേഫായിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മളിതിനോട് പ്രാർത്ഥിക്കുക. ഇതിൻ്റെ വളർച്ചക്കും നോക്ക്, നിങ്ങൾ സത്യം പറഞ്ഞ ഭാഗ്യം ചെയ്തവരാ. കഴിഞ്ഞ റമളാനിൽ ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? ഇന്നിവിടെ ഈ രൂപത്തിലായി മാറി. അൽഹംദുലില്ലാഹ്. ഇതൊരു തുടക്കമാണ്, അല്ല തുടർച്ചയാണ്. നന്മയുടെ തുടക്ക. നിങ്ങൾക്ക് ഭാഗ്യം ചെയ്തവരാ. എന്നറിയോ, തുടക്കക്കാരായി ഈ സെൻറ്ററിൻ്റെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോവ ഇതിൻ്റെ വളർച്ചയുടെ പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ ആക്കി മാറ്റട്ടെ. അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ റമളാൻ ഇനിയുള്ള ഏതാനും ദിവസങ്ങളിൽ അത് അള്ളാഹുവിന് വേണ്ടി പൂർണ്ണമായും അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ അതിനുപയോഗപ്പെടുത്തുന്ന ബുദ്ധിജീവികളിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാരെ വിളിച്ച് കയറ്റുമ്പോൾ ആ വിളിയിൽ നമ്മളും നമ്മുടെ കുടുംബവും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. യുവാക്കളെ, നിങ്ങളാണ് ഇതിൻ്റെ ആളുകളാവേണ്ടത്. വയസ്സായവർക്കും സഹോദരിമാർക്കും പരിമിതികളുണ്ട്. ഞാൻ തുടക്കത്തിൽ ചോദിച്ചു, ഇവിടുത്തെ യുവാക്കൾ? അവരാണ് ഇതിൻ്റെ അവരാണ് ഇവിടെ ഇതിൻ്റെ നടത്തിപ്പുകാരായി വരേണ്ടത്. നിങ്ങൾക്ക് പലതും ഉണ്ടാവും നിങ്ങളുടെ നേരം കളയാൻ. അത് നിങ്ങളുടെ നേരം കളയല്ല. ഞാൻ 2-3 കാലം വിട്ടുപോയതിൽ ഒഴിവാക്കിയതിൽ ആ ഒരു ഹദീസ് ഉണ്ട്. അത് നിങ്ങളുടെ നാശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ സമയം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഒഴിവ് സമയം നിങ്ങളിവിടെ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ നടത്തിപ്പ്, ഇതിൽ ക്ലാസ്സുകളും ആലോചനകളും ഇങ്ങനെ പോകണം. അതിനൊരു ഭാഗ്യം വേണം. ആ ഭാഗ്യവാന്മാരിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ പല ആളുകളും രോഗാവസ്ഥയിലുണ്ട്. നമുക്കറിയാം, നമ്മുടെ മുജീബക്ക അദ്ദേഹത്തിൻ്റെ കാലിന് നല്ലൊരു പ്രയാസത്തിലാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഒരുപാട് രോഗികൾ എനിക്കറിയാത്തോ നിങ്ങൾക്കറിയുന്നതുമായ നമ്മുടെ പരിസര പ്രദേശത്തുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ റമളാനിൽ ഈ റമളാനിൽ അതിൻ്റെ ഇടയിലായി നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരുടെ ഖബറിനെ സ്വർഗീയ പൂങ്കാവനമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.